ഈ ഒരു സംഭവം നമ്മുടെ ചെറുപ്പകാലം മുതൽക്ക് നമുക്കുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ നാരായണ ജപിക്കാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ ചേച്ചിയോടും അമ്മയോടും ചോദിച്ചിട്ടുണ്ട്, ഞാൻ നാമം ജപിക്കുന്നത് എനിക്ക് വേണ്ടിയാണോ ഈശ്വരന് വേണ്ടിയാണോ? ചെറുപ്പത്തിൽ സംശയം. എനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അയ്യേ, നിനക്ക് വേണ്ടിയാ ജപിക്കണേ, അല്ല ഈശ്വരന് വേണ്ടിയാ. അപ്പൊ എനിക്ക് വേണ്ടി അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈശ്വരന്. ഈശ്വരന് നീ നാമം ജപിച്ചിട്ട് വേണോ? പിന്നെ എന്താ ചെയ്യാ? എനിക്ക് വേണ്ടി ആവാനും പാടില്ല, ഈശ്വരന് വേണ്ടി ആവാനും. പിന്നെ ആർക്ക് വേണ്ടിയാ ഞാൻ ജപിക്കുക? അപ്പൊ ഇവിടെ എന്താ പറ്റുക? നമുക്ക് 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഹിന്ദുക്കൾക്കുണ്ട്. ക്രിസ്ത്യാനിക്ക് ഒരു പുസ്തകമേ ഉള്ളൂ, മുസ്ലിമിന് ഒരു പുസ്തകമേ ഉള്ളൂ. ഗുരു ഗ്രന്ഥ സാഹിബ് എന്നൊരു പുസ്തകം സിഖുകാർക്കുള്ളൂ. ധർമ്മപാത എന്നുള്ള പുസ്തകമാണ് ബുദ്ധമതക്കാർക്കുള്ളത്. ഇസ്വസ്ത്യ എന്നൊരു പുസ്തകമാണ് ജൂതന്മാർക്കുള്ളത്. നമുക്ക് ഹിന്ദുക്കൾക്ക് 2000 അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട്. സംസ്കൃതത്തിൽ എഴുതിയ അടിസ്ഥാന ഗ്രന്ഥങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള 10,000 വ്യാഖ്യാനങ്ങളുണ്ട്. ഇപ്പോൾ 2000 ഫൗണ്ടേഷൻ ലിറ്ററേച്ചർ, 10,000 കമന്ററീസ്. പിന്നെ ഭാരതത്തിലെ 1460 ഭാഷകളിൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളുള്ളത് ഭാരതത്തിലാണ്. 1460 ഭാഷകളിൽ ഈ ഭാരതത്തില് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾക്ക് 100,000-ഓളം സബ് കമന്ററികളുണ്ട്. സബ് കമന്ററികൾ, ഉപാഖ്യാനങ്ങളുണ്ട്. ഇതിൽ ഓരോന്നും ഓരോ തരത്തിലാണ് പറയുന്നത്. അപ്പൊ ചിലര് പറയും ഭഗവത്ഗീത കർമ്മയോഗമാണ്, ചിലര് ജ്ഞാനയോഗമാണ്. അങ്ങനെ ഓരോ രീതിയിൽ പറയുമ്പോൾ നമുക്ക് എവിടെയാ നിൽക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഭാഗവതം പറയുന്നത് ശരിക്കും വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ, സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം, ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവണം. ഇതാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യവും ലക്ഷണവും. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ, ഇത് പറയുകയും ചെയ്യും. രുക്മിണി സ്വയംവരം അടിപൊളിയായിട്ട് ലഡ്ഡു കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. ഞാനൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞു, നല്ല സദസ്സായതുകൊണ്ടാണ് പറഞ്ഞു, അല്ലാത്തവരോട് ഞാൻ പറയാറില്ല. കാരണം അവർക്ക് ഞാനും കൂടി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മകളെ ശ്രീകൃഷ്ണൻ രുക്മിണിയെ കട്ടോണ്ട് പോയ മാതിരി ഒരാൾ വന്ന് കട്ടോണ്ട് പോയാൽ നിങ്ങൾ ലഡ്ഡു കൊടുക്കുകയോ ഇല്ലയോ? നിങ്ങളുടെ മകളെ, നിങ്ങളുടെ സഹോദരിയെ ശ്രീകൃഷ്ണൻ രുക്മിണിയെ ചെയ്ത മാതിരി വിളിച്ച് ഇറക്കിക്കൊണ്ടുപോയാൽ നിങ്ങൾ എന്തു ചെയ്യും? സാർ, അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല സാർ, അങ്ങനെ ഒന്നും ചിന്തിക്കാനും നമ്മൾ പറഞ്ഞിട്ടില്ല. അത് കാരണം ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ സാർ, ലഡ്ഡു ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ചില ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു പിടുത്തമില്ലാണ്ട് നമ്മൾ കൺഫ്യൂസിങ് ആണ്. ഇതേപോലെയാണ് ഈ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചത്, ഹേ കൃഷ്ണ, ഇത്രയും നേരം 60ഓളം ശ്ലോകങ്ങളിലൂടെ ആത്യഗഹനമായ അബ്സൊല്യൂട്ട് നോളജിനെ കുറിച്ചും റിലേറ്റീവ് നോളജിനെ കുറിച്ചും നീ വിവരിച്ചു. അത് വിവരിച്ചു കഴിഞ്ഞിട്ട് അവസാനം പറയുന്നു നീ യുദ്ധം ചെയ്യണം. അപ്പൊ ഏതാ വേണ്ടത്? വെദർ ഐ ഷുഡ് ഫോളോ ദ പാത്വേ ഓഫ് നോളജ് ഓർ ഷുഡ് ഐ ഫോളോ ദ പാത്വേ ഓഫ് ആക്ഷൻ? കൺഫ്യൂസിംഗ് ആയിട്ട് പറയരുത്. നമ്മുടെ ധാരാളം സ്വാമിമാര് കൺഫ്യൂസിംഗ് ആയിട്ട് പറയാറുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഒരു വലിയ ഗുണമുണ്ട്, കേൾക്കുന്നവനും വലുതായിട്ട് മനസ്സിലാവണില്ല. അത് കാരണം വലിയ പ്രശ്നമില്ല. ഈ കേൾക്കുന്നവന് മനസ്സിലായാലാണ് ഇത് കൺഫ്യൂസിങ് ആണെന്ന് തോന്നാം. അപ്പൊ വലുതായിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഡീപ്പായിട്ട് മനസ്സിലായി പോയാൽ പിന്നെ ഇത് രണ്ട് കോൺട്രഡിക്ടറി അല്ലേ, കൺഫ്യൂസിങ് അല്ലേ, കോൺഫ്ലിക്റ്റിംഗ് അല്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. അപ്പൊ ഇവിടെ അതേ ചോദ്യമാണ് നമ്മളുടെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത്. ഇത്രയും നേരം നീ ജ്ഞാനയോഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ അവസാനിപ്പിച്ചില്ല. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യാൻ ദൃഢനിശ്ചയത്തോടുകൂടി നീ ഉണരുക, ഉയരുക, വളരുക, കർമ്മനിരതനാവുക. അതാണ് 2-ാം അധ്യായം ജ്ഞാനയോഗത്തിന്റെ തുടക്കം തന്നെ. ക്ലൈഭ്യം ആസ്മകം പാർത്ത നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തവ. പരന്തവ, മറ്റുള്ളവനെ
ഭയപ്പെടുത്താൻ കഴിവുള്ള ഹേ അർജുന, ഈ ക്രൈസിസ് വന്ന് നിൽക്കുന്ന വേളയില് ക്ഷുദ്രമായ ഈ ഹൃദയ ദൗർബല്യം നിനക്കെവിടെ നിന്നാ ഉണ്ടായത് എന്ന് ചോദിച്ച ആ കൃഷ്ണൻ അർജുനൻ പറഞ്ഞ 11 വരികൾ കൂടി കേട്ട് നല്ല ജ്ഞാനയോഗം വിവരിച്ചു കൊടുത്ത് അവസാനിപ്പിച്ചത്, ഈ ജ്ഞാനയോഗം പഠിച്ച് മനസ്സിലാക്കി ഇനി നീ കർമ്മനിരതനാവുക. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നല്ല രസ. നമ്മൾ തന്നെ അർജുനനാണെന്ന് കുറച്ച് നേരത്തേക്ക് വിചാരിക്കുക, സ്ഥിരമായിട്ട് വിചാരിക്കേണ്ട കേട്ടോ. കുറച്ച് നേരത്തേക്ക് വിചാരിക്കുക നമ്മൾ തന്നെയാണ് അർജുനൻ, നമ്മുടെ മനസാക്ഷിയാണ് ശ്രീകൃഷ്ണൻ എന്ന് വിചാരിക്കുക. മൈ കോൺഷ്യസ്നസ് ഈസ് ലോർഡ് കൃഷ്ണ ആൻഡ് 5 കുതിരകള് എൻ്റെ ചെവി, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക്, എൻ്റെ ത്വക്ക്. 5 സെൻസറി ഓർഗൻസ് ആണ് 5 കുതിരകള്. രഥമാണ് ഈ ശരീരം. എൻ്റെ ബുദ്ധി, തീരുമാനമാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എന്നെ ചിന്തിപ്പിക്കുന്നതാണ് ശ്രീകൃഷ്ണൻ മനസാക്ഷി. കാരണം കുരുക്ഷേത്ര യുദ്ധത്തിൽ വന്ന് കുരുക്ഷേത്ര ഭൂമിയിലാണ് നിൽക്കുന്നത്. ഇനി പുറകോട്ട് പോകാൻ സാധ്യമല്ല, മുമ്പോട്ട് പോകാനോട്ട് മനസ്സ് സമ്മതിക്കണമില്ല. മുമ്പോട്ട് പോകാൻ മനസ്സ് സമ്മതിക്കണമില്ല. അപ്പൊ എന്താ കൃഷ്ണൻ പറഞ്ഞത്? മാർക്ക് ട്വൈൻ പറഞ്ഞ മാതിരിയാ. മാർക്ക് ട്വൈൻ എന്താ പറഞ്ഞത്? ഫ്രം നൗ after 20 years, if you look back, you will be more disappointed on what you have not done than what you have done. അർത്ഥം മനസ്സിലായി? ഇത്തിരി നീളം കൂടുതലാണ്. നീളം കൂടിയത് എന്റെ കുഴപ്പമല്ല, അങ്ങരുടെ കുഴപ്പമാണ്. എന്തായിരുന്നു? ഫ്രം നൗ ആഫ്റ്റർ 20 years, ഇന്നിൽ നിന്ന് 20 വർഷം കഴിഞ്ഞ് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ചെയ്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ ദുഃഖിക്കുന്നത്. യു വിൽ ബി മോർ ഡിസപ്പോയിന്റഡ് ഓൺ വാട്ട് യു ഹാവ് നോട്ട് ഡൺ ദാൻ വാട്ട് യു ഹാവ് ഡൺ. ഇത് ആരെ അടിസ്ഥാനമാക്കിയിട്ടാണ് മാർക്ക് ട്വെയിൻ പറഞ്ഞത്? ഭഗവാൻ കൃഷ്ണനെ അതാക്കിയിട്ടാണ്. മാർക്ക് ട്വെയിൻ ഭഗവത്ഗീത ബൈഹാർട്ടായിരുന്നു. മാർക്ക് ട്വെയിനും ആൽബർട്ട് ഐൻസ്റ്റീനും ഹെയ്സൻബർഗിനും ബൈഹാർട്ടായിരുന്നു ഭഗവത്ഗീത. ഫ്രിഡ്ജ് ഓഫ് ക്യാപ്രയ്ക്കും ബൈഹാർട്ടായിരുന്നു. റോബർട്ട് ഹോയൽ 2 നോബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിനും ബൈഹാർട്ട് ആയിരുന്നു ഇത്. റോബർട്ട് ഓപ്പൺ ഹീമർ ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച ആളാ. മാൻഹാട്ടൻ എക്സ്പെരിമെന്റില് ആ ആറ്റം ബോംബ് പൊട്ടിച്ചപ്പോൾ തന്നെ അദ്ദേഹം ബൈഹാർട്ടായിട്ട് ഭഗവത്ഗീത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് അതിൻ്റെ വളരെ രസകരമായിട്ടുള്ള വസ്തുത. ഇപ്പൊ തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ കൺഫ്യൂസിങ് ആയിട്ടുള്ള വാക്കുകൾ അത് ധാരാളമായിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞിട്ട് ഏത് ശരി ഏത് തെറ്റ് എന്ന് നമുക്കറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് അർജുനൻ കൃഷ്ണനോട് പറയുമ്പോൾ കൃഷ്ണൻ ഒന്ന് നിർത്തി പറയാണ്. ആ നിർത്തി പറയലാണ് ഭഗവത്ഗീതയുടെ ബ്യൂട്ടി. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേണ സാങ്ക്യാനാം കർമ്മയോഗേണ യോഗിനാം. ഇത് ബൈഹാർട്ടാക്കേണ്ട വരിയ. ഏത് ചോദ്യത്തിനും ഇവിടെ ഉത്തരമുണ്ട് ഈ വരിയില്. അസ്മിൻ ലോകേ, ഈ ലോകത്തില്, നിഷ്ഠ കർമ്മമണ്ഡലം, ദ്വിവിധ 2 തരത്തിലുണ്ട്. അസ്മിൻ ലോകേ ദ്വിവിധ നിഷ്ഠ. 3-ാമത്തെ ശ്ലോകാണ്. ഈ ലോകത്തില് കർമ്മമണ്ഡലം 2 തരത്തിലുണ്ട്. അതിലൊന്നാമത്തേത് ജ്ഞാനയോഗേണ സാങ്ക്യാനാം കർമ്മയോഗേണ യോഗിനാം. ജ്ഞാനം നേടി ജ്ഞാനം കൊടുത്തുകൊണ്ട് അക്വയറിംഗ് ദ നോളജ് ആൻഡ് ഡിസെമിനേറ്റിംഗ് ദ നോളജ്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എന്തായിരുന്നു? സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. സ്വാധ്യായം കണ്ടിന്യൂസ്ലി ലേണിംഗ്, പ്രവചനം കണ്ടിന്യൂസ്ലി ടീച്ചിങ്, ന പ്രമദിതവ്യം നെവർ ഡീവിയേറ്റ് ഫ്രം ദാറ്റ്.
സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. ഏത് വ്യക്തിയോടും പറയുന്നത് വാട്ട് എവർ യു ഹാവ് ലേൺഡ് ടീച്ച് അതേഴ്സ്. ഗോ ഓൺ ടീച്ച് അതേഴ്സ്. അതാണ് ജീവിതത്തിൽ ചെയ്യാവുന്നത്. അപ്പൊ പഠിച്ചത് പഠിപ്പിക്കുക. ഒരു വരിയെ പഠിച്ചുള്ളൂ എങ്കിൽ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഇപ്പൊ നിങ്ങൾ കനറ ബാങ്കിൽ പോയാൽ കനറ ബാങ്കിലെ മാനേജറോട് ചോദിക്കുക, അടി തെറ്റിയാൽ അടുത്ത ഫില്ല് ചെയ്യാൻ പറയാ. ആ മാനേജർ ഇങ്ങോട്ട് പറയും, അടി തെറ്റിയാൽ മാനേജറും വീഴും. ചൂടുവെള്ളത്തിൽ വീണ ട്രഷറർ പച്ചവെള്ളം കണ്ടാൽ പേടിക്കും. കുറയ്ക്കുന്ന കമ്മിറ്റി അംഗങ്ങളെല്ലാം കടിക്കില്ല അല്ലേ? കടിക്കുന്ന ടീച്ചർ കുറയ്ക്കില്ല. മിന്നുന്ന ട്രസ്റ്റ് മെമ്പേഴ്സ് എല്ലാം പൊന്നല്ല. ഇത് കനറ ബാങ്കിലെ മാനേജർമാർ പറയും. കാരണം 45 മാനേജർമാർക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ട് പറഞ്ഞു, ത്രൂ ഔട്ട് കനറ ബാങ്കിലെ മാനേജർമാരെ ഇത് അടിക്കാൻ പറഞ്ഞു. അതെങ്ങനെയാ സാറെ പഠിപ്പിക്കുക? ടെലിഫോൺ എടുത്തിട്ട് വിളിക്കണം, ഒരു 10 പഴഞ്ചൊല്ലുകൾ പറഞ്ഞ് അതിന്റെ അർത്ഥവും പറഞ്ഞു കൊടുക്കാം. അപ്പൊ കാസർഗോഡിലെ കനറ ബാങ്കിലെ മാനേജർ പറഞ്ഞു, ഇപ്പോഴാ മനസ്സിലായത്, അടി തെറ്റിയാൽ ഞാനും വീഴും. കാരണം എന്താ? ഒരാളെ വിശ്വസിച്ചു. അയാളെ വിശ്വസിച്ച് കുറെ കാലം ഏൽപ്പിച്ച എല്ലാ സീക്രട്ടും അയാളോട് പറഞ്ഞു. അയാൾക്ക് പ്രൊമോഷൻ കിട്ടാറാവുമ്പോൾ ഇയാൾക്കെതിരെ അയാൾ ഒരു അലിഗേഷൻ കൊണ്ടുവന്നു. ഇയാളെ സസ്പെൻഡ് ചെയ്തു. അയാൾക്ക് ആ കസേര കിട്ടുകയും ചെയ്തു. അടി തെറ്റിയാൽ മാനേജറും വീഴും. അപ്പൊ എന്ത് നമ്മൾ പഠിച്ചോ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. പഠിക്കലും പഠിപ്പിക്കലും വ്യത്യാസം എന്താ അറിയോ? ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കും, ഞാനിതൊക്കെ വിവരിച്ചു. പെട്ടെന്ന് നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കാം, എനിക്കറിയാത്ത സബ്ജക്റ്റാണ്. ആ സമയത്ത് എൻ്റെ ബ്രെയിൻ നോർമൽ ലെവലിൽ 1 യൂണിറ്റ് ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് എൻ്റെ ബ്രെയിൻ 7 ടൈംസ് ആക്റ്റീവ് ആവുകയാണ്. എൻ്റെ ബ്രെയിൻ ഇൻസ്റ്റന്റേനിയസ്ലി 7 ടൈംസ് മോർ ആക്റ്റീവ് ആവും. എവിടെ നിന്നെങ്കിലും ഞാനൊരു ഉത്തരം കൊടുക്കും. അതാണ് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ മന്ത്രിമാരും പ്രസ് കോൺഫറൻസിൽ ഉത്തരം കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? അവർക്കൊന്നും അറിഞ്ഞൂടാ, പക്ഷെ ഉത്തരം അങ്ങനെ വരും അവർക്ക്. എന്താ കാരണം അറിയോ? 7 ടൈംസ് ബ്രെയിൻ മോർ ആക്റ്റീവായി പഴയ അനുഭവങ്ങളെല്ലാം എടുത്ത് ചിലപ്പോൾ ഒരു ഉത്തരവും കിട്ടിയില്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ ഉൾപ്പെടെ പണ്ടത്തെ എന്താ മറുപടി പറഞ്ഞറിയോ? ഞങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുക. എന്തായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പിടുത്തമില്ല. 2 ആഴ്ചക്കകം അതിന്റെ തീരുമാനം ഉണ്ടാവും. എന്നിട്ട് സെക്രട്ടറി ഒന്നിങ്ങനെ നോക്കും. കാരണം എനിക്കും അറിഞ്ഞൂടാ ഇതെന്താണെന്ന്, തനിക്കും അറിഞ്ഞൂടാ എന്നുള്ളത് എനിക്കറിയാം, ഒന്ന് നോട്ട് ചെയ്തേക്കാൻ. പക്ഷെ കാണുന്നവനും കേൾക്കുന്നവനും ഇയാൾ കുഴിയിലാ വീണിരിക്കണമെന്ന് അറിയില്ല. അത് ജേർണലിസം പഠിച്ചവനെ അറിയുള്ളൂ. ഇയാൾ കുഴിയിൽ വീണത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പേരാണ് നൈമിഷാരണ്യം. അവിടെ പണ്ടൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ആ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു സൂത മഹർഷി. സൂത മഹർഷി അവിടുത്തെ വൈസ് ചാൻസലർ ആയിരുന്നു. പിന്നെ പ്രോ വൈസ് ചാൻസലർ ആയിരുന്നു ശൗനകാദി മഹർഷിമാർ, കുറെ പേരുണ്ട്. ആ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സമീപത്ത് കൂടെ ആരെങ്കിലും പ്രഗത്ഭരായിട്ടുള്ളവർ പോകുന്നുണ്ടെങ്കിൽ അവരെ ക്ഷണിക്കും യൂണിവേഴ്സിറ്റിയിലേക്ക്. എന്നിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കും. ആ ചോദ്യം ചോദിപ്പിക്കും, എന്താണ് പരമമായ സത്യം? അപ്പോൾ വന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ഈ ചോദ്യം നാരദ മഹർഷി മഹാവിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ മഹാവിഷ്ണു കൊടുത്ത ഉത്തരം ഇതാണ് എന്ന് പറഞ്ഞ് കോട്ട് ചെയ്യാണ്. ഇദ്ദേഹത്തിന്റെ ഉത്തരം ഇതാണെന്ന് പറയില്ല. നാരദ മഹർഷിയോട് മഹാവിഷ്ണു പറഞ്ഞ ഉത്തരം ഇതാണ് എന്ന് പറഞ്ഞ് ഉത്തരം കൊടുക്കുക. അപ്പോ അയാൾ വേറൊരു ചോദ്യം ചോദിക്കും. അപ്പോ ഉത്തരം എന്തായിരിക്കും? ഗരുഡനോട് നാരദ മഹർഷി ചോദിച്ചപ്പോൾ ഗരുഡൻ പറഞ്ഞ ഉത്തരം ഇതാണ്. ഇങ്ങനെ കോട്ട് ചെയ്ത് പോയിട്ട് ആ ശിക്ഷായൈ പ്രശ്നിനം ഉപശിക്ഷായൈ ഉപപ്രശ്നിനം. ചോദ്യം ചോദിക്കലും ഉത്തരം പറയലുമാണ് 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും. അത് നൈമിഷാരണ്യത്തിൽ വെച്ചാ എഴുതിയത്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും കമ്പൈൽ ചെയ്തത് ശ്രീശുക ബ്രഹ്മർഷിയ. വേദവ്യാസൻ പറഞ്ഞൊരു വരി നിങ്ങൾക്കറിയോ? എനിക്ക് 4 മക്കളുള്ളതില് ഞാൻ ലോകത്തിൽ അറിയപ്പെടുന്നത്
ഈ മകനിലൂടെയാണ്. അവന്റെ മുമ്പിൽ മാത്രമേ ഞാൻ തലകുനിച്ച് നമസ്കരിക്കാറുള്ളൂ. വേദവ്യാസൻ പറഞ്ഞ വരിക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഭഗവത്ഗീതയുടെ കൂട്ടത്തിൽ പറയണ എന്തിനാണെന്നറിയോ? ഈ ക്ലാസ് എടുക്കുമ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, കർമ്മയോഗത്തിലൂടെ ഭാരതീയ പൈതൃകം പഠിക്കലാണ് നമ്മുടെ ലക്ഷ്യം. കർമ്മയോഗം പഠിക്കൽ മാത്രമല്ല, അത് പഠിക്കാൻ നിങ്ങൾക്ക് അരമണിക്കൂർ മതി വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ. കർമ്മയോഗത്തിലൂടെ ഭാരതീയ പൈതൃകം പഠിക്കാം. അപ്പോൾ ഹരിയാനയിലെ നീമസാർ ജില്ല എന്ന നൈമിഷാരണ്യത്തില് ഉള്ള വൈസ് ചാൻസലർമാര്, അവിടുത്തെ വിദ്യാർത്ഥികള്, അവിടുത്തെ ഋഷിവര്യന്മാരുടെ മക്കള്, അന്തേവാസികള്, അതിലൂടെ കടന്നു പോകുന്ന സയന്റിസ്റ്റുമാരും സ്കോളേഴ്സും തിങ്കേഴ്സിനെയും വിളിച്ച് എവിടെ നിന്നാ വരുന്നത് എന്ന് ചോദിക്കും. ഞാൻ ജനമേജയന്റെ യാഗം കഴിഞ്ഞ് വരികയാണ് എന്ന് പറഞ്ഞാൽ ജനമേജയന്റെ യാഗം എന്തൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് വിവരിക്കാൻ പറയും. അത് വിവരിക്കുന്നതിനിടയ്ക്ക് പറയും, ജനമേജയന്റെ യാഗത്തില് ഇങ്ങനെ ഒരാള് ഇങ്ങനൊരു മഹർഷിയോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് ആ മഹർഷി എന്താ ഉത്തരം പറഞ്ഞത് എന്ന് ഇവർ ചോദിക്കും. അപ്പൊ ഈ കോട്ട് ചെയ്ത് പോകുന്നു. അതാണ് നമ്മൾ പലർക്കും ഈ ഭാഗവതം മനസ്സിലാവാത്തത്. പലരും മനസ്സിലായി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടറിയോ? നേരിട്ടുള്ള ഉത്തരമല്ല, ഡയറക്റ്റ് ആൻസർ അല്ല. ഒരാൾ പറയും, അയാളോട് ചോദിച്ചപ്പോൾ ആ ഉത്തരം പറഞ്ഞു, അയാളോട് മറ്റൊരാളോട് ചോദിച്ചപ്പോൾ ഉത്തരമാണ്. ഇത് സംഭവിക്കാത്തത് വാൽമീകി രാമായണത്തിൽ മാത്രം. വാൽമീകി രാമായണത്തിൽ വാൽമീകി അങ്ങോട്ട് 24,000 ശ്ലോകം എഴുതുക. അവിടെ ശ്രീശുക ഉവാചയില്ല, ശൗനക ഉവാചയില്ല, അഗസ്ത്യ ഉവാചയില്ല, ശ്രീരാമ ഉവാചയില്ല, ഒന്നുമില്ല. അവിടെ നടന്നത് വാൽമീകി എഴുതിക്കൊണ്ടേ പോകുന്നു. അവിടെ കൊട്ടേഷൻ വരുന്നുണ്ട്, പക്ഷെ ചോദ്യോത്തരം ഇല്ല അവിടെ. ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഏത് പുരാണത്തിലും അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസറിലൂടെ പോകുമ്പോൾ ഇവിടെയും അർജുനൻ ചോദിച്ച ചോദ്യമാണ്. ശ്രീകൃഷ്ണന്റെ തല 7 times ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് മൊത്തം ലോകത്തെ 2ആയിട്ട് കൃഷ്ണൻ ക്ലാസിഫൈ ചെയ്തു. അല്ലെങ്കിൽ കൃഷ്ണൻ അങ്ങനെ ഒരു ഉത്തരം കൊടുക്കില്ല. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. എന്താ? ഭഗവത്ഗീത അർജുനന്റെ മനസ്സിലുള്ള സംശയം തിരിച്ചറിഞ്ഞ് ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു വരി കൊണ്ടോ ഒരു ശ്ലോകം കൊണ്ടോ ഈ കൃഷ്ണൻ അർജുനന്റെ മുഖത്തുള്ള സംശയം കണ്ട് കൊടുത്ത വിവരണം സഞ്ജയൻ ദൂരെ മാറി നിന്ന് കണ്ട് കേട്ട് മഹാഭാരത യുദ്ധം തുടങ്ങി 7ാം ദിവസം ധൃതരാഷ്ട്രർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുമ്പോൾ ഈ ഭഗവത്ഗീതയിൽ 700 ശ്ലോകമായി എന്ന ചോദ്യത്തിന് ഇവിടെ എന്താ പ്രസക്തി? സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ അർജുനൻ ചോദ്യം ചോദിച്ചോ? ഗോപാലകൃഷ്ണൻ സാറേ ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കുക, വേറെ ഒരു രക്ഷയില്ല. ചോദ്യം ചോദിച്ചു എന്ന് അങ്ങോട്ട് വിചാരിക്കുക. അവിടെയാണ് വേദവ്യാസന്റെ കഴിവ്. നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ള സംശയത്തിന് ഉത്തരമാണ് അർജുനനിലൂടെ ചോദ്യം ചോദിപ്പിച്ച് കൃഷ്ണനിലൂടെ അത് പറയിപ്പിച്ചത്. അർജുനനിലൂടെ ചോദിപ്പിച്ചതാരാ? നമ്മളൊക്കെ അർജുനന്മാര്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അസ്മിൻ ലോകേ, ഈ ലോകത്തില് ദ്വിവിധാനിഷ്ഠ, 2 തരത്തിലുള്ള കർമ്മങ്ങളാണുള്ളത്, 2 തരത്തിലുള്ള നിഷ്ഠയാണുള്ളത്, 2 തരത്തിലുള്ള പ്രായോഗിക വർക്കാണ് ഉള്ളത്. അതിലൊന്ന് ജ്ഞാനയോഗേണ സാഖ്യാണാം, കർമ്മയോഗേണ യോഗിനാം. നല്ല അറിവുള്ളവര് ആ അറിവ് വർദ്ധിപ്പിച്ച് അറിവില്ലാത്തവർക്ക് കൊടുത്തുകൊണ്ടേ പോവുക. അറിവുള്ള പ്രൊഫസർമാര് ഏതെല്ലാം സബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് അറിവുള്ളത്, ഇംഗ്ലീഷ് പ്രൊഫസർമാര്, ഫിസിക്സ് പ്രൊഫസർമാര്, ബോട്ടണി പ്രൊഫസർമാര്, ഈ പ്രൊഫസർമാര് കോടാലിയെടുത്ത് വിറക് കീറേണ്ട ആവശ്യമില്ല. ഈ പ്രൊഫസർമാര് വലിയ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ മെക്കാനിക്കൽ വർക്കിലൂടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർ ചെയ്യേണ്ടത് എന്താണ്? അറിവ് നേടുക. ഫ്രം ഓൾ ദ സോഴ്സസ് നോളജ് ഈസ് ടു ബി അക്വയേർഡ്.
ഇന്ന് രാവിലെ പറഞ്ഞ ഒരു മന്ത്രമുണ്ട്, ഉത്തിഷ്ഠത, ഗ്ലോറിയസ്ലി സ്റ്റാൻഡ് അപ്പ്, ജാഗ്രത, ബി അവെയർ ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഹിയർ, പ്രാപ്യവരാൻ നിബോധത, acquire knowledge from the scholars and enlighten yourself. Prapya, acquiring, varan, knowledge from the scholars, nibodhada, enlighten yourself. അപ്പൊ ഉത്തിഷ്ഠത ഒരു മാനേജ്മെന്റ് വാക്കാ. MBA-കാരോട് ചോദിച്ചാൽ അവർ പറയും മുറ, മുട, മുറി, ഗെഞ്ചി, ജുംബൊത്സു, കെയ്സൺ, കാൻബാൻ, ഇതൊക്കെ ജാപ്പനീസ് വാക്കാ. ഈ MBA-കാർ പഠിക്കുന്നതാ. ഈ നാട്ടിലുള്ളത് ഈശ്വരാനുഗ്രഹം കൊണ്ട് അവർ പഠിക്കുന്നുമില്ല, അവരോട് പഠിപ്പിക്കുന്നുമില്ല. ഞാൻ ദുബായി പോയിട്ട് കുറേ പേർക്ക് ക്ലാസ് എടുത്തു. എല്ലാവരുടെയും ഓഫീസിൽ എഴുതി വെക്കാൻ പറഞ്ഞു, ഉത്തിഷ്ഠത, gloriously stand up. You will be facing many problems in your life, but to face that, experience that problem, gloriously stand up. ചൈതന്യവത്തായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ജാഗ്രത, അത് ഒറ്റ വാക്കാ. ഈ ഉപനിഷത്ത് പഠിപ്പിക്കുമ്പോൾ ഉപനിഷത്ത് ആചാര്യന്മാർ ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങളെക്കുറിച്ചും പറയാൻ പറ്റുന്നതാ, നമ്മളെക്കുറിച്ചും പറയാൻ പറ്റുന്നതാ. തസ്മാത് ജാഗ്രത, ജാഗ്രത. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, നല്ലൊരു സെറ്റ് വാക്കാ. തസ്മാത് ജാഗ്രത, ജാഗ്രത. അതുകൊണ്ട് ഓർമ്മിക്കുക, നിങ്ങൾ ഈ ലോകത്തിൽ പെർമനന്റ് അല്ല. ജാഗ്രത എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ജഗത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധമുണ്ടാവുക. ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാവുന്നതെന്തോ അതാണ് ജഗത്ത്. ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാവുന്ന ആ ജഗത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാവുക. അതായത് നാളെ നാളെ എന്ന് പറഞ്ഞു മറ്റൊന്നും മാറ്റിവെക്കരുത്. കാരണം എപ്പോഴാണ് കാറ്റ് പോകുന്നത് എന്നറിഞ്ഞുകൂടാ. ജീവന്റെ വിളക്കും കൊളുത്തിവെച്ചു ആവോളം വായിച്ചു മതിമറക്കാൻ കാവ്യപുസ്തകമല്ലോ ജീവിതം. ആ പുസ്തകത്തിൽ ചിലർ കൂട്ടുന്നു, ചിലർ കിഴിക്കുന്നു, കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു, അവസാനം ജീവന്റെ വിളക്കും കെടുന്നു. അതുകൊണ്ട് നാളെ എന്ത് സംഭവിക്കും എന്ന് അംലായിൽ കിടക്കുന്നവർക്കുൾപ്പെടെ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഓർമ്മിക്കുക, ആരും പെർമനന്റ് അല്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? ജാഗ്രത. തസ്മാത് ജാഗ്രത, ജാഗ്രത. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ചിലരോടൊക്കെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയണമെന്ന്. കേസ് കൊടുക്കാൻ പോയി യുക്തിവാദം എഴുതി, എല്ലാം എഴുതി, അവസാനം പറഞ്ഞു ഞാൻ മരിച്ചുപോയ ഭാര്യയോട് സംസാരിക്കാറുണ്ട്. അതെങ്ങനെയാ പറ്റുക? 4 മണിക്ക് ലോക്ക് ചെയ്ത ബാത്റൂമിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. കഴിഞ്ഞ 60 വർഷമായിട്ട് എൻ്റെ ഭാര്യ പിയേഴ്സ് സോപ്പാ ഉപയോഗിക്കുന്നത്. 4:30 മണിക്ക് സോപ്പ് നോക്കുമ്പോഴത്തേക്കും സോപ്പിൽ പതയുണ്ട്. ഞാൻ ബാത്റൂമിൽ പോകുമ്പോഴത്തേക്കും സോപ്പിൽ എങ്ങനെയാ പത വന്നത്? അതുകൊണ്ട് ഞാൻ വിചാരിക്കാറുണ്ട്, ജസ്റ്റിസ് കൃഷ്ണയ്യർ സാറേ, തസ്മാത് ജാഗ്രത, ജാഗ്രത. നേരത്തെ വല്ലതുമൊക്കെ പറയുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടിയിരുന്നു. മനുസ്മൃതി കത്തിച്ച KR ഗൗരിയമ്മയോട് ഒമാനിലെ മസ്കറ്റിൽ ഞങ്ങൾ ഒരേ വീട്ടിൽ താമസിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, കത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കാമായിരുന്നു. മനുസ്മൃതി കത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കാമായിരുന്നു, എന്നിട്ട് കത്തിച്ചോളൂ. കത്തിച്ചു എന്ന് പറഞ്ഞ് ഇന്ത്യക്കാർക്കൊന്നും സംഭവിക്കാനൊന്നും പോണില്ല, ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. അതല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേത് ഇത് നിലനിൽക്കും. പക്ഷെ വായിക്കായിരുന്നില്ലേ? പറ്റിപ്പോയി ഡോക്ടർ ഗോപാലകൃഷ്ണ, എന്ത് പറ്റിപ്പോയി? തസ്മാത് ജാഗ്രത, ജാഗ്രത. ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്തതും ഓർത്ത് ഇന്ന് ദുഃഖിക്കേണ്ടി വരരുത്. ഇന്ന് ചെയ്തതും ഇന്ന് പറഞ്ഞതും ഓർത്ത് നാളെ ദുഃഖിക്കേണ്ടി വരരുത്. ഇന്നലെ ചെയ്യാത്തതും ഇന്നലെ പറയാത്തതും ഓർത്ത് ഇന്ന് ദുഃഖിക്കേണ്ടി വരരുത്. ഇന്ന് ചെയ്യാത്തതും ഇന്ന് പറയാത്തതും ഓർത്ത് നാളെ ദുഃഖിക്കേണ്ടി വരരുത്. തസ്മാത്, അടുത്ത വാക്ക് ജാഗ്രത, ജാഗ്രത. അതുകൊണ്ട് ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ,
അർജുന, ഈ ലോകത്തില് മൊത്തമുള്ള ജനങ്ങളെ രണ്ടായിട്ട് നീ ഡിവൈഡ് ചെയ്യാം. ഒന്ന് അറിവ് നേടി അറിവ് കൊടുക്കുന്നവര്, ഇപ്പുറത്ത് കർമ്മം മെക്കാനിക്കലി ചെയ്യുന്നവര്. കർമ്മം ചെയ്യുന്നവര്, നമ്മൾ ക്ലാസ് എടുക്കുന്നു, പന്തലുകാരനെ വിളിച്ചാൽ ക്ലാസ് എടുക്കാനുള്ള പന്തലൊക്കെ ഭംഗിയായിട്ട് ഇട്ട് മൈക്ക് സെറ്റൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങേര് പോകും. അയാൾ കർമ്മയോഗിയാണ്. പഠിപ്പിക്കുന്നത് ആരോ അവൻ ജ്ഞാനയോഗിയാണ്. അറ്റ്ലീസ്റ്റ് ആ സമയത്ത്. അല്പം കഴിഞ്ഞാൽ ചിലപ്പോൾ മാറിയെന്ന് വരും. അപ്പോ ഈ ലോകത്തിൽ അറിവ് നേടി അറിവ് കൊടുക്കുന്നവരാകാൻ ശ്രമിക്കുക. അവർക്കതൊരു ജോലിയേ ഉള്ളൂ. മറ്റേവർക്ക് അറിവ് നേടി അറിവ് കൊടുക്കാനുള്ള കാലിബർ ഇല്ല എങ്കിൽ അവർ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കട്ടെ. അർജുന, നിന്റെ സ്വധർമ്മം എന്ന് പറയുന്നത് ലേണിംഗ് ആൻഡ് ടീച്ചിങ് അല്ല. അർജുന, നിന്റെ സ്വധർമ്മം എന്ന് പറയുന്നത് ലേണിംഗ് ആൻഡ് ടീച്ചിങ് അല്ല, മെക്കാനിക്കൽ വർക്കാ. പ്രൊട്ടക്ടിങ് ദ നേഷൻ. സോ യു ആർ എക്സ്പെക്റ്റഡ് ടു പ്രൊട്ടക്ട് ദ നേഷൻ. അപ്പോ മാനേജറുടെ ജോലി എന്താ? സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുക. അങ്ങേര് ചെന്ന് മെക്കാനിക്കൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. The capacity of the manager can be decided how the things go in his absence. എൻ്റെ ഡയറക്ടർ പറയുന്ന വരിക, തൃശ്ശൂരുകാരനായ ഡോക്ടർ എ ജി മാത്യു എന്നും പറയും, the capacity of a leader can be assessed how the things go in his absence. അദ്ദേഹം മാനേജർ, ലീഡർ, ഡയറക്ടർ ഇല്ലാത്തപ്പോ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു അത് നോക്കിയിട്ട് ലീഡറുടെ, മാനേജറുടെ, ഡയറക്ടറുടെ കപ്പാസിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കർമ്മം ചെയ്യേണ്ടവര് കർമ്മം ചെയ്യുന്നത്, അറിവുള്ളവര് അറിവ് കൊടുക്കുന്നതിന് അനുസരിച്ചാണ്. അതുകൊണ്ട് ലോകത്തിലെ ജനത കർമ്മയോഗത്തിൽ ബന്ധിതരാണ് ഒരു വിഭാഗം, ജ്ഞാനയോഗത്തിൽ ബന്ധിതരാണ് മറ്റൊരു വിഭാഗം. ഇത് നമുക്ക് ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ജ്ഞാനയോഗികളുമാണ്, കർമ്മയോഗികളുമാണ്. എപ്പോഴാണോ ഈ 4 വർണ്ണങ്ങള് സെപ്പറേറ്റ് ചെയ്യാത്ത അവസ്ഥ വന്നത്, അവിടെ മുതൽക്ക് നമ്മൾ തന്നെയാണ് എല്ലാം. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മൾ കർമ്മം ചെയ്തവർ തന്നെ മാനേജർ ആയിട്ടിരിക്കുന്നു, ചിലതിൽ ചെയർമാൻ ആയിട്ടിരിക്കുന്നു, ചിലതിൽ ഡയറക്ടർ ആയിട്ടിരിക്കുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയർ എടുത്തവരും ചില കമ്പനിയുടെ മാനേജർ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റ് കർമ്മയോഗമാണ്. ആ കർമ്മയോഗത്തിലുള്ളവൻ തന്നെ ജ്ഞാനയോഗിയെ പോലെ മാനേജറായിട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ എടുക്കാനുള്ളത്, നമ്മൾ കർമ്മയോഗത്തിൽ ഏർപ്പെടുമ്പോൾ കർമ്മയോഗികളെ പോലെ പ്രവർത്തിക്കുക, ജ്ഞാനയോഗത്തിൽ ഏർപ്പെടുമ്പോൾ ജ്ഞാനയോഗികളെ പോലെ. വളരെ സിമ്പിളാ. മക്കളെ പഠിപ്പിക്കുമ്പോൾ ജ്ഞാനയോഗികളാണ്, അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കർമ്മയോഗികളാണ്. രണ്ടും നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ. അനഘ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്തവനെ, ഓപ്പൺ മനസ്സുള്ളവനെ. നിന്നോട് ഞാൻ പറയുന്നു, പണ്ട് മുതൽക്ക് തന്നെ പുരാപ്രോക്ത പ്രകർഷേണ ഉക്തം പ്രോക്തം, ചൈതന്യവത്തായി പണ്ടുള്ളവര് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനയോഗികൾ ജ്ഞാനം നേടി ജ്ഞാനം കൊടുക്കട്ടെ, കർമ്മയോഗികൾ കർമ്മം ചെയ്ത് ലോകത്തെ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. കർമ്മവും ജ്ഞാനവും ഒരുമിച്ച് ചേർക്കുന്നവര് ആ കർമ്മയോഗം ചെയ്യുമ്പോൾ കർമ്മയോഗം അനുഷ്ഠിക്കട്ടെ, ജ്ഞാനയോഗം ചെയ്യുമ്പോൾ ജ്ഞാനയോഗത്തിലൂടെ മുമ്പോട്ട് പോകട്ടെ. ജഗ്ഗി വാസുദേവ് എന്ന് പറഞ്ഞൊരു സന്യാസിയെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചിലർ കേട്ടിട്ടുണ്ടോ? വീഡിയോയിൽ നല്ല രസമാണ് അദ്ദേഹത്തിന്റെ. തമിഴ്നാട്ടിൽ ഒത്തിരി യുക്തിവാദികൾ വന്ന് അദ്ദേഹത്തിനെ വെല്ലുവിളിക്കാറുണ്ട്. വലിയ സദസ്സാണ്. പണ്ട് ചിന്മയാനന്ദനെ പോലെ ഇപ്പോ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ഉള്ളതാണ്. കേരളത്തിൽ അത്രയും കണ്ടിട്ടില്ല. അദ്ദേഹം ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ്. വെരി ലക്കിലി നവേ ഡേയ്സ് വി ഹാവ് ഗോട്ട് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും, നോ, നോട്ട് ദാറ്റ്, ലക്കിലി യു ഹാവ് ഗോട്ട് മൊബൈൽ ഫോൺ.
It is the Ichchashakti of the people existed for the last 1 century created this mobile phone. ആർക്കും വലുതായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു 100 വർഷമായിട്ട് കാറിൽ തന്നെ ഇരുന്നു കൊണ്ട് ലോകത്തിലുള്ളവരെ ബന്ധപ്പെടണമെന്ന മനുഷ്യന്റെ അതിയായ ആഗ്രഹത്തിന്റെ പരിണത ഫലമാണ് ഈ മൊബൈൽ ഫോൺ. അത് ഒരാൾ കണ്ടുപിടിച്ചതൊന്നുമല്ല, അത് പലരുടെയും കോൺട്രിബ്യൂഷൻ ചേർന്നതാണ്. ഇതാണ് ശരി. ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാം ഇല്ലേ? സ്റ്റീവ് ജോബ്സ് 100% കൃഷ്ണഭക്തനാണ്. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ഇസ്കോണിലേക്ക് 7 മൈൽ നടന്നു പോയിട്ടാണ് ഭക്ഷണം കഴിക്കുക, എല്ലാ ഞായറാഴ്ചയും. മാത്രമല്ല, ഹരിദ്വാറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, മുരാരി ബാബയുടെ ഒരാശ്രമമുണ്ട്. ഹനുമാൻ സേവ നടത്തുന്ന മുരാരി ബാബയുടെ ആശ്രമത്തിൽ സ്റ്റീവ് ജോബ്സ് വന്നപ്പോൾ ആ മുരാരി ബാബ ഒരു ആപ്പിൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ബൈറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു, കടിക്കാൻ പറഞ്ഞു. ആ ആപ്പിൾ കടിച്ചു നോക്കിയതാണ് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ എംബ്ലം. ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ എംബ്ലം ഏതാണ്? അപ്പ കടിച്ച ആപ്പിളിന്റെ എംബ്ലമാണ്. വളരെ വളരെ സ്റ്റീവ് ജോബ്സ് വളരെ എപ്പോഴും ഭഗവത്ഗീത വായിക്കും. അദ്ദേഹത്തിന്റെ ഓഫീസിൽ 90% ചെരിപ്പിടാറില്ല, മുണ്ടെടുത്തോണ്ടാ നടക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ലോകത്തിനെ മാറ്റിമറിച്ച മനുഷ്യന്റെ മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു എന്ന് പറഞ്ഞാണ് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ ആ ക്രിയേറ്റർക്ക് ഹോമേജ് അർപ്പിച്ചത്. സന്തോഷകരമായ വസ്തുത എന്ന് പറയുന്നത്, ഹീസ് എ കോളേജ് ഡ്രോപ്പ് ഔട്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞയച്ചതാ പാർട്ടിയെ. എന്നാലും യൂണിവേഴ്സിറ്റി പോവും. എന്തിനാണെന്നറിയോ? മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യാൻ. അദ്ദേഹത്തിന് വേറൊരു ഭാഗ്യവും കൂടി കിട്ടിയിട്ടുണ്ട്. അവനവനുണ്ടാക്കിയ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയവനുമാണ്. അവനവനുണ്ടാക്കിയ കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കി. എന്നിട്ട് കുറെ കഴിഞ്ഞ് ഇദ്ദേഹത്തിനെ പുറത്താക്കിയവരെ മറ്റുള്ളവർ പുറത്താക്കിയവനെ അകത്തേക്ക് എടുത്തവനും ഇദ്ദേഹം തന്നെയാണ്. ഈ ഭഗവത്ഗീതയൊക്കെ പഠിക്കുമ്പോൾ ഇതും കൂടി ചേർത്ത് പഠിച്ചാലാ ഒരു രസം. ചിലതൊക്കെ നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു രസം. ഇവിടെ വന്ന് ഒരു യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട് ഇവിടെ വന്ന് പഠിച്ച മുരാരി ബാബയുടെ അടുത്തേക്ക് പോയി ഹിമാലയം മുഴുവനും കറങ്ങി നടന്ന് ഒരു ആപ്പിള് കിട്ടി. അത് കടിച്ച് അതിലേക്ക് നോക്കിയപ്പോൾ അതിൽ നിന്ന് ആശയം ലഭിച്ചതുപോലെ, അതിൽ നിന്നല്ല ആശയം ലഭിച്ചത്. അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. ആപ്പിളിൽ നിന്ന് ആശയമൊന്നും ലഭിച്ചിട്ടില്ല. ആ ആപ്പിളിനെ എംബ്ലമാക്കി വെച്ച് ഐപാഡ് വെച്ച് ഐപോഡ് ഉണ്ടാക്കി. അതേപോലെ മൊബൈൽ ഇറക്കിയപ്പോൾ ലോകത്തില് $500 മൊബൈൽ ഫോണിന് ബ്ലാക്കില് $5000 കൊടുത്ത് വാങ്ങാൻ ആൾക്കാരുണ്ടായ ഒരേ ഒരു മൊബൈൽ ഫോൺ ആപ്പിളിന്റെ മൊബൈൽ ഫോണാ. യഥാർത്ഥ വില 500, ബ്ലാക്കിൽ അതിന്റെ വില 5000 എന്ന് പറയുമ്പോ എത്ര ഇരട്ടി? 10 ഇരട്ടിയാണ്. ഈ ഇൻഡു ഇന്നത്തെ കണക്കനുസരിച്ച് ഇൻഡു 52 രൂപ. അത്രയും വില ഒരു മൊബൈൽ ഫോണിന്. അങ്ങനെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി മാറി. ഇതിനെയൊക്കെയാ നമ്മൾ എന്താ പറയാ? ഡെസ്റ്റിനി, നിയതി, വിധി എന്നൊക്കെ പറയില്ലേ? വിശേഷേണ യദ്ധി വർത്തതേ തത് വിധി. വിശേഷ രൂപത്തിൽ തലയിൽ എഴുതിയിട്ടുണ്ട്. ഞാനൊരു സ്ത്രീ എന്നോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ മരിച്ച് കത്തിച്ചു കഴിഞ്ഞിട്ട് ചാരം എടുത്ത് നോക്കിയപ്പോ തലയോട്ടിനകത്ത് ആന്ന് എഴുതിയിട്ടുണ്ടെന്ന്. കത്തിച്ചു കഴിഞ്ഞപ്പോൾ തലയോട്ടിനകത്ത് ആന്ന് എഴുതിയിട്ടുണ്ട്. സാറിന് ഭയങ്കര താല്പര്യമുള്ള വിഷയമായിരിക്കും. ഞാൻ ഇന്ന് വരെ തലയിലെഴുത്ത് എന്താന്ന് കണ്ടിട്ടില്ല, ഇപ്പോഴാദ്യമായിട്ട് കണ്ടതാണ്. ഒരു 9:30-10 മണിക്കാ വിളിക്കും. ഞാൻ പറഞ്ഞു, തലയിൽ ആന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ ഇത്ര? അത് ചതഞ്ഞ് കാണും. 1300 ഡിഗ്രിയിൽ അങ്ങ് ഫ്ലെയിം കത്തുമ്പോ ഇത് ഈ തലയോട് ചിലപ്പോ ആ മാതിരി ആയി കാണും. അതിൽ ഇത്രയും വലിയ പ്രത്യേകത വല്ലതും ഉണ്ടോ? അല്ല സാർ, എൻ്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കറിയാം, തലയിൽ ആയേ ഉണ്ടാവുള്ളൂ എന്ന്. തലയിൽ ആ അക്ഷരമേ, അത് മലയാളത്തിലാ, സംസ്കൃതത്തിലല്ല. അപ്പൊ ഈശ്വരന് മലയാളമൊക്കെ പഠിച്ചിട്ടാ തലയിൽ എഴുതുക. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള വരികൾക്ക് വേറൊരു പ്രസക്തി കൂടിയുണ്ട്. അറിവ് നേടി അറിവ് കൊടുത്തു കൊണ്ടുപോകുമ്പോൾ, കർമ്മം അറിഞ്ഞ് കർമ്മം ചെയ്തു കൊണ്ടുപോകുമ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്താനുള്ളൊരു മനസ്സുകൂടി നമുക്കുണ്ടാവും. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്താനുള്ളൊരു മനസ്സുകൂടി ഉണ്ടാവുമ്പോഴാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഈ ലോകം ഇങ്ങനെ പോകും. ചരൈവേദി ചരൈവേദി, ഇത് രസമായിട്ടുള്ള വാക്കാ. ചരൈവേദി ചരൈവേദി. പൂന്താനം പറഞ്ഞില്ലേ,
എൻ്റെ മകനെ ഇത്രയും കാലം നോക്കാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞു, അത് പോയി. ഡോക്ടർ ജേക്കബ് ഈപ്പൻ എന്ന് പറയുന്നൊരു ഡോക്ടറുണ്ട്, എനിക്ക് നല്ലോണം അറിയാവുന്ന ആളാണ്. ആ ഡോക്ടർ ജേക്കബ് ഈപ്പനെ കണ്ടാൽ മഹാവിഷ്ണുവിനെ പോലെ ചൈതന്യമുള്ള ആള്. 2 കുട്ടികളുണ്ട് അദ്ദേഹത്തിന്. ശരിക്കും നോക്കിയാൽ പാവകള് മാതിരിയുള്ള കുട്ടികൾ. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്? അദ്ദേഹം വീട്ടില് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ കോൾ വന്നു. ഇറേസർ അവിടെ വെച്ച് ഫോൺ എടുക്കാൻ പോയി. ആദ്യത്തെ കുട്ടി വന്ന് തമാശനിട്ട് വലിച്ചു. ആ ഇറേസർ ഇവിടെ ചെന്ന് ഈ ജുഗുലാർ വെയിൻ മുറിഞ്ഞു. ഇറേസറിന്റെ ബ്ലേഡ് ഇവിടെ കൊണ്ട് ഈ ജുഗുലാർ വെയിൻ മുറിച്ചു, ശരീരം ചോര. മറ്റേ കുട്ടി ഇത് കണ്ടു പേടിച്ച് കാറിന്റെ അടിയിൽ പോയിട്ട് ഒളിച്ചു. കാറിന്റെ അടിയിൽ പോയി ഒളിച്ചു. ഈ ചോര ഒലിക്കുന്ന കുട്ടിയെയും കൊണ്ട് വണ്ടിയിൽ കയറിയിരുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ടെടുത്ത് 5 മിനിറ്റിനകം വണ്ടിയിലുള്ള കുട്ടി മരിച്ചു, മറ്റേ കുട്ടി ടയർ കയറി അത് മരിച്ചു. ഈ ചിലപ്പോ ചില വരികളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ, ഇതൊക്കെ ഓർക്കുമ്പോൾ ഈ ഭഗവത്ഗീതയിലെ ചില വരികളുണ്ട്. ഗതാസൂന ഗതാസുംശ്ച ന അനുശോചന്തി പണ്ഡിത ആഗമാപായിനോ നിത്യ താം തിതിക്ഷസ്വ ഭാരത. ഇതൊക്കെ ലോകത്തിൽ ഒരു മനുഷ്യനും പറയാൻ പറ്റാത്ത വരികളാണ്. ആ ഡോക്ടർ എങ്ങനെ ഇത് വിസ്റ്റാൻഡ് ചെയ്യും? വെറുതെ ചിന്തിച്ചു നോക്കാം, എങ്ങനെ വിസ്റ്റാൻഡ് ചെയ്യും? പറയാനേ പറ്റില്ല. വിസ്റ്റാൻഡ് ചെയ്തേ മതിയാവും. ഡോക്ടർക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ഡോക്ടറുടെ ഭാര്യയ്ക്ക് പറ്റുമോ? ഇതിനെന്താ ഉത്തരം? ഒന്നേ ഉള്ളൂ, സാരമില്ല ഡോക്ടറെ, ഇതൊക്കെ അനുഭവിച്ചു തീർക്കേണ്ടത് അനുഭവിച്ച് തീർക്കാൻ എന്നല്ലേ ദൂരെ കാണുന്നവനും കേൾക്കുന്നവനും പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളതെല്ലാം ഈ ജ്ഞാനയോഗത്തിലൂടെ പോകുന്നതാണ്. കർമ്മയോഗത്തിലൂടെ പോകുന്നത് വർക്ക് ഓറിയന്റഡ്, മറ്റേത് നോളജ് ഓറിയന്റഡ്. ഇപ്പൊ ജ്ഞാനയോഗേണ സാഖ്യാണാം കർമ്മയോഗേണ യോഗിനാം. ഇതിൽ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നറിയണം. അടുത്തത് വളരെ സിമ്പിളായി, ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ നച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഹരിദ്വാറിലും ഋഷികേശിലും പോയാൽ ധാരാളം കാവ്യവസ്ത്രധാരികൾ പിച്ച എടുത്തുകൊണ്ട് നടക്കുന്ന കാണാൻ സാധിക്കും. സന്യാസികളുടെ പേരില് നടത്തുന്ന ഒരു തരത്തില് വികൃതമായ അറപ്പ് തോന്നുന്ന ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കൃഷ്ണൻ പറയുന്ന വളരെ നല്ലൊരു വരി, ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷ അശ്നുതേ. കർമ്മം ചെയ്ത് ഒരു ലെവലിലെത്തുമ്പോൾ മാത്രമാണ് ഞാനും നമ്മളും കർമ്മത്തിനതീതരാകുന്നത്. ആ ആരംഭം കർമ്മത്തിലൂടെ തന്നെ പോകണം. കർമ്മം ചെയ്യാതെ ഒരുവന് കർമ്മത്തിനതീതനാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സാമാന്യ ജനതയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണം ശങ്കരാചാര്യർ മാത്രം. പക്ഷേ ആ ശങ്കരാചാര്യരും ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരുന്നിട്ടില്ല. താൻ നേടിയ ജ്ഞാനം, താൻ അക്വയർ ചെയ്തുകൊണ്ടേയിരുന്ന ജ്ഞാനം ഡിസമിനേറ്റ് ചെയ്യുന്ന വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അക്വയർ ചെയ്ത ജ്ഞാനം ഡിസമിനേറ്റ് ചെയ്യുന്ന വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ജോഷി മഠിൽ പോയിരുന്നു. ജ്യോതിർമഠ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ ശങ്കരാചാര്യ തപസ് ചെയ്യാൻ ഇരുന്ന സ്ഥലം അതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരല്പം ഇങ്ങോട്ട് മാറിയാൽ അവിടെ തോടകാചാര്യൻ തപസ് ചെയ്ത ഗുഹ, തോടകാചാര്യൻ ഇരുന്ന സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്ത് ശങ്കരാചാര്യരും ഇരുന്ന് തപസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഈ ബദരി ആശ്രമത്തിന്റെ അടുത്ത് വരെ ജോഷി മഠ് വരെയും പോയി അവിടെ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ഒരു സന്യാസിയെ സ്ഥാപിച്ച് ഈ ഭാരതത്തിന്റെ 4 കോർണറുകളിലും ശങ്കരമഠങ്ങൾ സ്ഥാപിച്ച് അതില് അധിപനെ സ്ഥാപിച്ച് അവർക്ക് സ്ഥാനം കൊടുത്ത് അതിനിടയ്ക്ക് ആരെങ്കിലും എതിര് ചെയ്താൽ അവരെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്കസ് ചെയ്ത് അംഗീകരിപ്പിച്ച് ബദരി ആശ്രമത്തില് പാണ്ഡമാരെ പോലെയുള്ളവരുണ്ടായിരുന്നവരോട് അവരുടെ വഴി തെറ്റാണെന്ന് പറഞ്ഞ്
ബദരീനാഥനെ പ്രതിഷ്ഠിച്ച് പിന്നെ കേരളത്തിലെ നമ്പൂതിരിയെ കൊണ്ടുവന്ന് റാവൽ എന്ന് പേര് നൽകി അവിടെ പൂജക്കിരുത്തി ആ വിഗ്രഹം ബുദ്ധമതത്തിലെ അനുയായികള് എടുത്ത് വലിച്ച് ഈ അളകനന്ദയിൽ വലിച്ചെറിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്ന് അളകനന്ദയിൽ നിന്ന് മറ്റൊരു വിഗ്രഹം എടുത്ത് അവിടെ പ്രതിഷ്ഠിച്ച് ഇനി കേരളത്തിന്റെ ആചാരപ്രകാരമുള്ള പൂജ ഇവിടെ മതി എന്ന് കേരളത്തിൽ നിന്ന് പോയ ശങ്കരാചാര്യർക്ക് 24-ാമത്തെ വയസ്സിൽ അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ജ്ഞാനയോഗിയാണോ കർമ്മയോഗിയാണോ? രണ്ടുമാണ്. വാദിച്ച് തോൽപ്പിച്ചു എന്ന വാക്ക് തെറ്റ്. വാദിച്ച് അംഗീകരിപ്പിച്ചു. നമ്മൾ പലപ്പോഴും ശങ്കരാചാര്യ ബുദ്ധമതക്കാരെ വാദിച്ച് തോൽപ്പിച്ചു എന്ന് പറയും. വൈശേഷികന്മാരെ വാദിച്ച് തോൽപ്പിച്ചു എന്ന് പറയാറുണ്ട്. പദപ്രയോഗമേ തെറ്റ്. വാദിച്ച് അംഗീകരിപ്പിച്ചു. അത് മാത്രം ശരി എന്ന് പറഞ്ഞവരെ കൊണ്ട് അതും ഇതും ശരി എന്ന് പറയിപ്പിച്ചു. അതാണ് ശങ്കരാചാര്യ ചെയ്തത്. ഹി നെവർ മെയ്ഡ് ദം ടു ടെൽ ദാറ്റ് ഈസ് റോങ് ആൻഡ് ദിസ് ഈസ് കറക്റ്റ്. നമുക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളാണ്, തെറ്റിദ്ധാരണകളാണ്. അവരെ കീഴടക്കി എന്നുള്ളതിന് പവനൻ എന്താ പറഞ്ഞത്? അവരെ കൊന്നു കീഴടക്കി നാക്കി. അവരെ കൊന്നു നാക്കി. ബുദ്ധമതക്കാരെ കൊന്നു ശങ്കരാചാര്യര്. പി ഗോവിന്ദപിള്ളയും അങ്ങനെ തന്നെയാണ് പ്രയോഗിച്ചിരുന്നത്. ശങ്കരാചാര്യര് ബുദ്ധമതക്കാരെ കൊന്നു എന്നുള്ളത് തെറ്റാണ്. തോൽപ്പിച്ചു. ഏതില്? യഥാർത്ഥ തോൽപ്പിച്ചതുമല്ല, അംഗീകരിപ്പിച്ചു. ഏത്? ദ്വൈതവും അദ്വൈതവും അംഗീകരിപ്പിച്ചു. ഇവിടെ എങ്ങനെയാ? വളരെ ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ പുരുഷ നൈഷ്കർമ്മ്യം ന അശ്നുതേ. ഏത് മനുഷ്യനും കർമ്മം ചെയ്താണ് കർമ്മത്തിനതീതനാവുക. ഈ വാക്കാണ് ഇമ്പോർട്ടന്റ്. കർമ്മം ചെയ്ത് കർമ്മത്തിനതീതനാകണം. ആ ലെവലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യണ്ട. രമണ മഹർഷിയെ പോലെ വെറുതെ ഇരുന്നാ മതി. പക്ഷേ രമണ മഹർഷിയുടെ ലെവലിലേക്ക് എത്താൻ കർമ്മം ചെയ്യണം. രാമകൃഷ്ണ പരമഹംസരുടെ ലെവലിലേക്ക് എത്താതെ ഞാൻ രാമകൃഷ്ണ പരമഹംസരുടെ ലെവലിലാണെന്ന് പറഞ്ഞാൽ എന്താ പറ്റുക? ഇങ്ങനെ കുറെ പേരെ കണ്ടിട്ടുണ്ടെന്ന് പറയും അല്ലേ? ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ ഒരു വലിയ മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി. മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിന് പണ്ടത്തെ പേരെന്താണ് മലയാളത്തില്? ഭ്രാന്താശുപത്രി. അത് ഉദ്ഘാടനം ചെയ്യാൻ നെഹ്റു പോയി. നെഹ്റു ചെന്ന് ഇങ്ങനെ ഓരോ മുറിയിലും ചെന്നപ്പോൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു, ഐ ആം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, മൈ നെയിം ഈസ് ജവഹർലാൽ നെഹ്റു എന്ന് ഹിന്ദിയിൽ അയാളോട് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇത് തന്നെ പറഞ്ഞതിനാ എന്നെ അകത്തിട്ടിരിക്കണേന്ന്. ഇത് തന്നെ പറഞ്ഞതിനാണ് എന്നെ, നമ്മൾ രണ്ടുപേരും പറഞ്ഞതൊന്ന് തന്നെ, ഞാൻ അകത്തുണ്ട് താൻ പുറത്തുണ്ട്, ഇത് തന്റെ ഭാഗ്യം. അപ്പൊ യഥാർത്ഥത്തില് ഓരോ ലെവലില് എത്തിക്കഴിഞ്ഞാൽ ആ ലെവലിൽ എത്തിയവനെ അത് പറയാൻ പാടുള്ളൂ. അല്ലാത്തവൻ പറഞ്ഞാൽ അകത്ത് കിടക്കേണ്ടി വരും എന്ന് പറയും പോലെ. അപ്പൊ കർമ്മം ചെയ്യാതെ കർമ്മത്തിനതീതനാവാൻ സാധ്യമല്ല അർജുന. നീ ജ്ഞാനയോഗം നേടിയാലും നീ വേദവ്യാസനാവില്ല, നീ വസിഷ്ഠനാവില്ല, നീ വിശ്വാമിത്രനാവില്ല, നീ വലിയൊരു സന്യാസിയാവില്ല. കാരണം യു ആർ എക്സ്പെക്റ്റഡ് ടു ഡു ദി ആക്ഷൻ. കർമ്മയോഗത്തിലൂടെ മുമ്പോട്ട് പോവുക. പോയി ഒരു ലെവല് കഴിഞ്ഞാൽ ശങ്കരാചാര്യരെ പോലെ കർമ്മയോഗവും ആകാം, ജ്ഞാനയോഗവും ആവാം. നഹി സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. സന്യാസം കൊണ്ട്, സന്യാസം ഗ്ലോറിയസ്ലി റിലിങ്ക്വിഷിങ് എവറിത്തിങ്. സന്യാസം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സം എന്ന വാക്കിന്റെ അർത്ഥം ഗ്ലോറിയസ്ലി. ന്യാസം റിലിങ്ക്വിഷിങ്, ത്യജിക്കുക, ഗിവിങ് അപ്പ്. സന്യാസം അറിഞ്ഞുകൊണ്ട് വേണ്ടാന്ന് വെക്കുക. അറിഞ്ഞുകൊണ്ട് വേണ്ടാന്ന് വെച്ചത് കൊണ്ട് മാത്രം സിദ്ധി ഉണ്ടാവില്ല. സന്യാസിയാവാം. സിദ്ധി ഉണ്ടാവണമെങ്കിൽ കർമ്മം ചെയ്ത് തന്നെ പോകണമെന്ന് കൃഷ്ണൻ പറയുന്നു. അങ്ങനെയുള്ള കർമ്മയോഗവും ജ്ഞാനയോഗവും നമുക്ക് തുടരാം. 10:30 മണിയായി. ഒരു ചായ കുടിച്ച് ഒന്ന് കറങ്ങി ഒരു 10:45, 10:45, 11 മുമ്പ് വന്നാൽ. ഇന്ന് മാത്രമേ ഇങ്ങനെ ഇരിക്കാൻ കുറച്ച് വിഷമം തോന്നുന്നുള്ളൂ. നാളെ മുതൽക്ക് അത് ശീലാവും. എല്ലാ അറിവുകളെയും 7ആയിട്ട് തിരിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അതിലൊന്ന്
അബ്സൊല്യൂട്ട് നോളജ്, റിലേറ്റീവ് നോളജ്, പാരമാർത്ഥിക സത്യം, വ്യാവഹാരിക സത്യം, അതിനെക്കുറിച്ചുള്ള അറിവുകൾ. കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സെൽഫ് ആക്ഷൻ, നമ്മുടെ ശരീരത്തിനകത്ത് നിരന്തരം നടക്കുന്ന ആ കർമ്മം, നമുക്ക് ചുറ്റും നോക്കിയാൽ സർവചരാചരങ്ങളിലും നടക്കുന്ന ആക്ഷൻസ്, ഈ ഭൂമി കറങ്ങുന്നതുൾപ്പെടെ ഏതോ ഒരു ശക്തിയുടെ നിയന്ത്രണത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നു. അതെല്ലാം സെൽഫ് ആക്ഷൻ എന്ന കാറ്റഗറിയിൽ പെടുത്താം. പിന്നെ സെൽഫ്ലെസ് ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നിസ്വാർത്ഥമായിട്ട് അറ്റാച്ച്മെന്റ്, ബന്ധനങ്ങളില്ലാതെ ചെയ്യുന്ന കർമ്മം, സെൽഫിഷായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം. അത് 3 സെൽഫ് ആക്ഷൻ, സെൽഫ്ലെസ് ആക്ഷൻ, സെൽഫിഷ് ആക്ഷൻ. പിന്നെ 2 അബ്സൊല്യൂട്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ തിയറട്ടിക്കൽ ഡിവോഷൻ ആൻഡ് പ്രാക്ടിക്കൽ ഡിവോഷൻ. തിയറട്ടിക്കൽ സ്പിരിച്വാലിറ്റി, അപ്ലൈഡ് സ്പിരിച്വാലിറ്റി. ഇതിൽ കർമ്മയോഗമാണ് ഇന്ന് നമ്മളിപ്പോൾ വിവരിച്ചത്. അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്ന് തനിക്ക് തൻ്റെ ധർമ്മമായ യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിനകത്ത് മറ്റെന്തോ സംശയമുള്ളത് കൊണ്ടാണ് വില്ലാളി വീരനും വീരശൂര പരാക്രമിയുമായ അർജുനൻ അന്നേ വരെ ഒരു യുദ്ധക്ഷേത്രത്തിലും തളർന്നിട്ടില്ല. അവിടെ മാത്രം തളരാൻ കാരണം വേറെ എന്തോ മനസ്സിലുണ്ട് എന്ന് കൃഷ്ണന് വ്യക്തമായിട്ട് അറിഞ്ഞതുകൊണ്ട് ആദ്യം മനസ്സിലുള്ള സംശയത്തെ നീക്കി പരമമായ ജ്ഞാനത്തെക്കുറിച്ച്, അബ്സൊല്യൂട്ട് നോളജ് ആൻഡ് റിലേറ്റീവ് നോളജ്, പരമമായ അറിവിനെക്കുറിച്ചും വ്യാവഹാരികമായ അറിവിനെക്കുറിച്ചുമുള്ള വിവരണങ്ങൾക്ക് ശേഷം അർജുനൻ ചോദിക്കുന്നു, ഈ അറിവ് നേടലാണ് അൾട്ടിമേറ്റ് ജീവിതത്തിൻ്റെ മാർഗവും ലക്ഷ്യവുമെങ്കിൽ എന്തിനാണ് വെറുതെ ഞാൻ കർമ്മം ചെയ്യുന്നത്, അതും ഘോരമായ കർമ്മം ചെയ്യുന്നത്? ആ ഘോരമായ കർമ്മം ചെയ്യാൻ നീ എന്തിനാണ് ഹേ കൃഷ്ണ എന്നെ നിർബന്ധിക്കുന്നത്? മുമ്പിലുള്ളവരെ കൊല്ലുക എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചടക്കാൻ മുമ്പിലുള്ളവരെ കൊല്ലുക. ഇങ്ങനെ വധിക്കുന്ന ഈ കർമ്മത്തിന് നീ എന്തിനെന്നെ നിയോഗിക്കുന്നു? മാത്രമല്ല, ഇതിൻ്റെ ഉത്തരം വെറും വാക്കുകളോടുകൂടി പറഞ്ഞാൽ പോരാ, കൺഫ്യൂസിംഗ് ആയിട്ട് പറഞ്ഞാൽ പോരാ, അതും ശരി ഇതും ശരി എന്ന് പറഞ്ഞാൽ പോരാ, അതിലും ശരിയുണ്ട് ഇതിലും ശരിയുണ്ട്, അതിലും തെറ്റുണ്ട് ഇതിലും തെറ്റുണ്ടെന്നൊന്നും പറഞ്ഞാൽ പോരാ. ഒരൊറ്റ പോയിന്റിൽ ഉത്തരം പറയണം. അതായത് ശ്രേയോഹമാപ്നുയാത്, ഭാവി ലോകം എന്നെ വിരല് ചൂണ്ടി കുറ്റപ്പെടുത്തരുത്. ആചാര്യനെ കൊന്നാളാണ്, പിതാമഹനെ കൊന്നാളാണ്, ഭരിക്കാൻ വേണ്ടി കുടുംബാംഗങ്ങളെ കൊന്നാളാണ്, വെറും അധികാരമോഹിയാണ്, ധർമ്മം പോലും അറിയാത്ത രീതിയിൽ പെരുമാറിയവനാണെന്ന് ഭാവി ലോകം കുറ്റപ്പെടുത്താത്ത വിധത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊരൊറ്റ വരിയിൽ കാര്യകാരണ സഹിതം പറഞ്ഞു തരണം. അങ്ങനെ 2 ചോദ്യങ്ങളാണ് നമ്മളോട്, നമ്മളുടെ ചോദ്യങ്ങളായിട്ട് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത്. ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഘോരമായ കർമ്മത്തിൽ എന്നെ എന്തിനാണ് ഫോഴ്സ്ഫുള്ളായിട്ട് നിർബന്ധിക്കുന്നത്?
വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ. പലതരത്തിലും മിക്സിംഗ് ആയിട്ടുള്ള വാക്കുകൊണ്ട് എൻ്റെ ബുദ്ധിയെ കൺഫ്യൂസ് ചെയ്യിക്കാതെ ഏകം നിശ്ചിത്യവത, ഒരൊറ്റ ഓപ്ഷൻ മാത്രം എനിക്ക് തരിക. ഏന ശ്രേയോഹം ആപ്നുയാ, ഏതൊന്ന് ചെയ്താലാണോ എനിക്ക് ശ്രേയസ് ഉണ്ടാവുന്നത്, എനിക്ക് സ്വർഗം കിട്ടുന്നതെന്നല്ല, പ്രസിദ്ധി ഉണ്ടാവുന്നതെന്നല്ല, ഭാവി ലോകം എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്താത്ത വിധത്തില് ഞാൻ ഏത് കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയിച്ച് എന്നോട് പറയുക. അതിന് ശ്രീകൃഷ്ണൻ ക്ലാസിഫൈ ചെയ്ത് 2 ഓപ്ഷനാണ് ലോകത്തിൽ എല്ലാവർക്കും ഉള്ളത്. ആ 2 ഓപ്ഷനിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ നിനക്ക് അവകാശമില്ല. കാരണം അഹിംസ മഹാത്മാഗാന്ധിയുടെ ദൃഷ്ടിയിൽ പെർഫെക്റ്റ് ആണ്. കാർഗിലില് യുദ്ധം ചെയ്യുന്ന സോൾജിയറുടെ ദൃഷ്ടിയിൽ അഹിംസ, കാർഗിലിൽ യുദ്ധം ചെയ്യുന്ന സോൾജിയറുടെ ദൃഷ്ടിയിൽ അഹിംസ ആപ്ലിക്കബിൾ അല്ല. അവിടെ അയാൾ അഹിംസ അപ്ലൈ ചെയ്താൽ വലിയ പ്രശ്നം വരും. അതുകൊണ്ട് ഇറാഖിൽ യുദ്ധം ചെയ്താൻ പോയ അമേരിക്കക്കാരൻ നെൽസൺ മണ്ടേല 22 വർഷം ജയിലിൽ കിടന്ന മാതിരി ഞാൻ ജയിലിൽ കിടന്നോളാം, യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അയാളെ തിരിച്ച് അമേരിക്കയിൽ വീട്ടിലൊന്നും കൊണ്ടാക്കില്ല, കോർട്ട് മാർഷൽ ചെയ്ത് അവിടെ വെച്ച് തീർക്കും. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ഓപ്ഷനേ ഉള്ളൂ. തോന്നിയ ഓപ്ഷൻ എടുക്കണമെങ്കിൽ നേരത്തെ തീരുമാനിക്കേണ്ടിയിരുന്നു എന്നുള്ള അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേണ സാങ്ക്യാനാം കർമ്മയോഗേണ യോഗിനാം. 2 ഓപ്ഷനുകളിൽ ഒന്ന് അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ട് ജീവിതാവസാനം വരെ നീങ്ങുക, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട്. ഇവിടെ വർക്ക് ആക്ഷൻ ഓറിയന്റഡ് വർക്ക്, കർമ്മയോഗത്തിലൂടെ മുമ്പോട്ട് പോവുക, അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിലൂടെ മുമ്പോട്ട് പോവുക. ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോച്നുതേ നഹി സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഒരു കാര്യവും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നേരെ ഒരാൾക്ക് ജ്ഞാനയോഗിയാവാൻ സാധ്യമല്ല, ബുദ്ധിമുട്ടാണ്. കർമ്മയോഗത്തിലൂടെ വേണം ജ്ഞാനയോഗത്തിലേക്ക് പോകാൻ. ശങ്കരാചാര്യരാണെങ്കിലും സ്വാമി വിവേകാനന്ദനാണെങ്കിലും രമണ മഹർഷിയാണെങ്കിലും സത്യസായി ബാബയാണെങ്കിലും അവർ കൊടുത്തിരിക്കുന്ന സ്പീച്ച്, അവരുടെ CD-കളും VCD-കളും എല്ലാം നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും. കുറേ കർമ്മം ചെയ്ത് അവരവരുടേതായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറേ പഠിച്ച് രാവും പകലും ഇരുന്ന് പഠിച്ച് ആ പഠിച്ച അറിവ് ആണ് പിന്നീട് മറ്റുള്ളവർക്ക് കൊടുത്തത്. അപ്പൊ കർമ്മം ചെയ്യാതെ ജ്ഞാനയോഗിയുമാവാൻ സാധ്യമല്ല, ജ്ഞാനയോഗത്തിലൂടെ പോകാതെ ജ്ഞാനയോഗിയുമാവാൻ സാധ്യമല്ല. അപ്പൊ ജ്ഞാനയോഗി എന്നുള്ളൊരു വര വരച്ചാൽ അതിലേക്ക് കർമ്മയോഗത്തിലൂടെ വരാൻ സാധിക്കും. കർമ്മയോഗത്തിലൂടെ നേരെ കർമ്മയോഗിയാവാൻ സാധിക്കും, കർമ്മയോഗത്തിലൂടെ ജ്ഞാനയോഗിയും ആവാൻ സാധിക്കും. ചില സ്ഥലത്തൊക്കെ നോക്കിയാൽ അറിയാം, അളകനന്ദ നദി നേരെ അവിടെ നിന്ന് ഒഴുകി വന്ന് അവസാനം ബേ ഓഫ് ബംഗാളിൽ വരെ പോകുന്നു. അതിനിടയ്ക്ക് പല നദികളും അതിനിടയ്ക്ക് ചേരുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നദികളും പോകുന്നുണ്ട്, ഗംഗയിൽ ചേർന്നും പോകുന്നുണ്ട്. അതുപോലെ കർമ്മയോഗം ചെയ്ത് കുറേ എത്തി പിന്നെ ജ്ഞാനയോഗത്തിലേക്ക് പോകാം. അതല്ല, ശങ്കരാചാര്യരെ പോലെ എക്സെപ്ഷണലി ബ്രൈറ്റ് ആയിട്ടുള്ളവർക്ക് ജ്ഞാനയോഗത്തിൽ നിന്നാരംഭിച്ച് ജ്ഞാനയോഗത്തിലേക്ക് എത്താം. ഏതുപോലെ? ആനന്ദ ഭൈരവി എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. നാഗർകോവിലില് ജനിച്ചു വളർന്ന് മരിച്ച ഒരു കുട്ടിയുടെ കഥയാണത്. ശരിക്കും ജീവിച്ചിരുന്നൊരു കുട്ടിയുടെ കഥയാണ് ആ ആനന്ദ ഭൈരവി എന്ന സിനിമ. ഒന്നും പഠിച്ചിട്ടില്ല ആ കുട്ടി. ഒരു മ്യൂസിക് ടീച്ചറുടെ അടുത്തും പോയിട്ട് പഠിക്കാതെ വളരെ ഭംഗിയായിട്ട് തന്നെത്താനെ സംഗീതമെത്തി. ക്ലിന്റ് എന്ന കുട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 3-4 വയസ്സ് വരെ മാത്രം ജീവിച്ച് ലോകത്തില് ഒരാൾക്കും സാധിക്കാത്തൊരു ഭാഗ്യം ആ കുട്ടിക്ക് കിട്ടി. ആ കുട്ടി വരച്ച ഗണപതിയുടെയും ആനയുടെയും ചിത്രം. ക്ലിന്റ് റോമൻ കാത്തോലിക്കാണ് ആ കുട്ടി. കാത്തലിക് ഫാമിലിയിൽ ജനിച്ച കുട്ടി ജീവിതത്തിന്റെ തുടക്കം മുതൽക്ക് തന്നെ ആയിരക്കണക്കിന് ചിത്രങ്ങൾ വരച്ചത് ഗണപതിയെക്കുറിച്ചോ ആനയെക്കുറിച്ചോ ആയിരുന്നു. തിരുവനന്തപുരത്ത് VJT ഹാളില്
3 വയസ്സായ ആ കുട്ടിയുടെ ചിത്രരചന എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തത് ചീഫ് മിനിസ്റ്ററാണ്. കേരളത്തിലെ ചീഫ് മിനിസ്റ്ററാണ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ആ കുട്ടി എങ്ങനെയാ പഠിച്ചത്? കർമ്മയോഗം തൊടാതെ ജ്ഞാനയോഗത്തിലേക്ക് പോയി. ആനന്ദഭൈരവി എന്ന സിനിമയിൽ ആ കുട്ടി കർമ്മയോഗത്തിലേക്ക് പോയില്ല, കൂടുതലൊന്നും, നേരെ ജ്ഞാനയോഗത്തിലേക്ക് പോയി. എക്സെപ്ഷനാണത്. അങ്ങനെയൊക്കെ ആവാൻ നമ്മൾ എത്ര കാലം ശ്രമിച്ചാലും പറ്റിയെന്ന് വരില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ജ്ഞാനയോഗത്തിലൂടെ പോകുന്നത് കർമ്മയോഗത്തിലൂടെ വരിക. അപ്പം അങ്ങനെ കർമ്മയോഗിയാവാനും സാധിക്കും, കർമ്മയോഗത്തിലൂടെ ജ്ഞാനയോഗിയാവാൻ സാധിക്കും, ജ്ഞാനയോഗത്തിലൂടെ തന്നെ അതിൽ നിലനിന്ന് പോകാൻ എക്സെപ്ഷണലി ചിലർക്ക് സാധിക്കും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. ഇനി നമ്മൾ 5ാമത്തെ വരിയാണ് ഈ സെഷനിൽ തുടങ്ങുന്നത്. നഹി കശ്ചിത് ക്ഷണമപി ജാതുത്തിഷ്ടത്യ കർമ്മകൃത് കാര്യതേഷു കാര്യതേ ഹ്യവശ കർമ്മ സർവഹ പ്രകൃതിജൈർഗുണൈഹി. വളരെ യുങ്ങിന്റെ തിയറിയാണ് അതിലുള്ളത്. യുങ്ങിന്റെ തിയറി എന്താ? വി ആർ ദി പ്രോഡക്റ്റ് ഓഫ് അവർ എൻവയോൺമെന്റ്. നമ്മുടെ ചുറ്റുപാടുകളുടെ പ്രോഡക്റ്റാണ് നമ്മളിൽ ഉണ്ടാകുന്ന ക്യാരക്ടറും ഹാബിറ്റുകളും നമ്മളിലുണ്ടാകുന്ന ബിഹേവിയറൽ ട്രെയ്റ്റ്സ്, സ്വഭാവം, പരിശീലനം, ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുകളുടെ സ്വാധീനത്താൽ നമ്മളിൽ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ഹി കശ്ചിത്, ഒരിക്കലും, ക്ഷണമപി, ഒരു ക്ഷണം പോലും, ജാതു തിഷ്ടതി അകർമ്മകൃത്, കർമ്മം ചെയ്യാതെ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനും നിലനിൽക്കാൻ സാധ്യമല്ല. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനും, ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും കർമ്മം ചെയ്യാതെ നിലനിൽക്കാൻ സാധ്യമല്ല. എന്താ അതിൻ്റെ അർത്ഥം? ചെറിയതിൽ വെച്ച് ഏറ്റവും ചെറിയതിൽ, അണോരണീയാൻ മഹതോ മഹീയാൻ, മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ഈ സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ്, ബിഗ്ഗർ ദാൻ ദ ബിഗ്ഗസ്റ്റ്, അതില് വെദർ ഇറ്റ് ഹാസ് ഗോട്ട് ലൈഫ് or it does not have life, it cannot exist in this universe without performing its own action. അതതിൻ്റെ ആക്ഷൻ ഇല്ലാതെ നിലനിൽക്കാൻ സാധ്യമല്ല. കാര്യതേഷു അവശകർമ്മ സർവ പ്രകൃതിജൈർഗുണൈഹി, പ്രകൃതി കൊടുത്തിരിക്കുന്ന സ്വഭാവമനുസരിച്ച് അവയെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ആറ്റം എടുക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ആറ്റത്തിന് നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇലക്ട്രോണുകൾക്ക് ജീവനില്ല, ന്യൂക്ലിയസിനും ന്യൂക്ലിയയ്ക്ക് ജീവനില്ല. പക്ഷെ ഈ ന്യൂക്ലിയസ് സ്പിൻ ചെയ്യുന്നു, ഇലക്ട്രോണുകൾ സ്പിൻ ചെയ്യുന്നു. ഒരെലക്ട്രോണും തോന്നിയ മാതിരി അല്ല സ്പിൻ ചെയ്യുന്നത്. അതിന് കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്. പ്രകൃതി കൊടുത്തിരിക്കുന്ന നിയമമനുസരിച്ചാണ് ഇലക്ട്രോണുകൾ സ്പിൻ ചെയ്യുന്നത്. അതിനെ ഒരു പവർഫുൾ മാഗ്നറ്റിന്റെ ഒരു ഫീൽഡിന് വിധേയമാക്കിയാൽ കെ ഷെല്ല് സ്പ്ലിറ്റ് ചെയ്യും. എസ് ഓർബിറ്റല്, പി ഓർബിറ്റല്, എഫ് ഓർബിറ്റല്, ഡി ഓർബിറ്റലായി മാറും. ആരാ ഇങ്ങനെ മാറ്റിയത്? ആ ആറ്റത്തിന് ജീവനില്ല, ഇലക്ട്രോണിന് ജീവനില്ല, ന്യൂക്ലിയയ്ക്ക് ജീവനില്ല. പിന്നെ ആരാ മാറ്റിയത്? അതിനകത്ത് തന്നെയുള്ള ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിങ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. 2 വാക്കുകൾ. അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, ഈ 2 വാക്കുകളാണ് ഇന്ന് ആത്മീയതയെയും സയൻസിനെയും ബന്ധിപ്പിക്കുന്നത്. അതിപുരാതനമായ ഭാരതീയ ആത്മീയത അത്യാധുനികമായ ലോകശാസ്ത്രത്തെ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ് അവയർനെസ് എന്ന വാക്ക്, കോൺഷ്യസ്നെസ് എന്ന വാക്ക്. അവയർനെസ്സും കോൺഷ്യസ്നെസ്സും സർവചരാചരങ്ങളിലും നിലനിൽക്കുന്നുണ്ട്.
ഏത് ജീവനുള്ളതും ജീവനില്ലാത്തതും ഒരു പ്രത്യേക നിയമത്തിന് വിധേയമായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അർജുന. ഒന്ന് നോക്കുക, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആൽമരത്തിന്റെ മുകളിലേക്ക് നോക്കിയാൽ ആ ആൽമരത്തിലെ വേര് എടുക്കുന്ന വെള്ളം ഇത്രയും ആലിന്റെ ഇലയിൽ ഒരെണ്ണത്തിന് പോലും എത്താതിരിക്കില്ല. ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇലകൾ അവിടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഒരു മഞ്ഞ ഇല പോലും അതിൽ കാണില്ല. എന്താ അതിൻ്റെ അർത്ഥം? അതിനാവശ്യമായിട്ടുള്ള വെള്ളം വേര് വലിച്ചെടുത്തത് ട്യൂബ് വഴിക്ക് അതിലെത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു കൊമ്പ് ഒടിച്ചിട്ടാൽ വൈകുന്നേരമാകുമ്പോൾ അത് തളർന്ന് ഉണങ്ങാൻ പോകുന്നത് കാണാം. അതിൻ്റെ അർത്ഥം എന്താ? ഒടിക്കുന്നതുവരെ അത്രയും വലിയ മരത്തിൻ്റെ വേരുകൾ വലിച്ചെടുത്ത മിനറൽസും വാട്ടറും ഏതോ ട്യൂബ് വഴിക്ക് ഈ ഇലയുടെ ഈ അറ്റം വരെ എത്തിക്കുന്നവർക്ക് ആ ആൽമരം നിരന്തരം 24 മണിക്കൂറും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരാറ്റത്തില് ഇലക്ട്രോണുകൾ എത്ര വർഷം കറങ്ങും എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? 10:14 മുതൽക്ക് 10:35 വർഷം വരെ കറങ്ങിക്കൊണ്ടിരിക്കും. 10⁻14 to 10⁻35 years. 10⁻35 എന്ന് പറഞ്ഞാൽ എത്രയാ? ഒന്ന് എഴുതി 35 പൂജ്യം ഇടാം. എത്ര വർഷമോ അത്ര വർഷം ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടേയിരിക്കും. ന്യൂക്ലിയസ് സ്പിൻ ചെയ്യും. എത്ര വേഗത്തിലാ? 3.2 മില്യൺ ടൈംസ് പെർ സെക്കൻഡ്. 32 ലക്ഷം പ്രാവശ്യം ഒരു ന്യൂക്ലിയസ് ഒരു സെക്കൻഡിൽ കറങ്ങും. 3182 കിലോമീറ്റർ വേഗത്തില് പെർ സെക്കൻഡില് ഇലക്ട്രോൺ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇലക്ട്രോണിനോട് ചോദിച്ചു എന്ന് വിചാരിക്കുക, നീ എന്തിനാ കറങ്ങണേ കുട്ടിന്ന്? ഇലക്ട്രോൺ എന്തുത്തരം പറയും? കറങ്ങാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നുത്തരം പറയും. ഇപ്പോൾ പ്ലാവിൻ്റെ അടുത്ത് എന്ന് ചോദിക്കുക, നീ എന്തിനാ ചക്ക ഉണ്ടാവുന്നത്? ചക്ക ഉണ്ടാക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചക്ക ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. കാര്യദേഹി അവശകർമ്മ. You are forced to undergo the action pathway because the nature, പ്രകൃതി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പുരാ യത് കൃതം പ്രാകൃതം. പുരാകൃതം പ്രാകൃതം. അതിനെ സംസ്കരിച്ചത് സംസ്കൃതം. സംസ്കൃതത്തിന്റെ ഓപ്പോസിറ്റ് പ്രാകൃതം. പ്രാകൃതത്തിന്റെ സ്ത്രൈണഭാവം പ്രകൃതി. ഇപ്പൊ നേച്ചറിന്റെ പ്രാകൃതത്തിന്റെ ഫെമിനീൻ ജെൻഡർ പ്രകൃതി. ആ പ്രകൃതി ഓരോന്നിനും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തേ മതിയാവൂ. നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ പതുക്കെ ഹൃദയത്തിനോട് ചോദിക്കുക, നീ എന്തിനാ ഈ 70 പ്രാവശ്യം ഇങ്ങനെ ഇടിക്കുന്നത് എന്ന് ചോദിക്കുക. ഹൃദയം നിങ്ങളോട് ഉത്തരം പറയും, താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കിടിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു പുസ്തകത്തിൽ വായിച്ചു, ശരിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു പുസ്തകത്തിൽ വായിച്ചു 64,000 കപ്പലുകളെ പൊക്കി നിർത്താൻ കപ്പാസിറ്റിയുള്ള പമ്പിങ് പവറാണ് ഹാർട്ടിനുള്ളതെന്ന്. ശരിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അതോറിറ്റേറ്റീവ് അമേരിക്കൻ ബുക്കാണ്. 64,000 കപ്പലുകളെ ഉയർത്തി നിർത്താൻ കഴിവുള്ളതാണ് ഹാർട്ടിന്റെ പമ്പിങ് പ്രഷർ എന്ന് ഒരു പുസ്തകത്തിൽ വായിച്ച. ആ പമ്പിങ് ഹാർട്ട് എന്തിനാ ചെയ്യുന്നത്? ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട്. നഹി കശ്ചിത് ക്ഷണമപി, ഒരു സെക്കൻഡ് പോലും ഈ ലോകത്തിലെ ഒന്നിനും പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല. കാര്യദേഹി അവശകർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഹി. You got entrapped into a system where you are expected to undergo action.
യു ആർ എക്സ്പെക്റ്റഡ് ടു അണ്ടർടേക്ക് ആക്ടിവിറ്റി. ഒരു സിസ്റ്റത്തിൽ നമ്മൾ ട്രാപ്പിടാം. അതിനകത്ത് ഇരുന്നു കൊണ്ട് എനിക്കത് ചെയ്യില്ല, ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ സാധ്യമല്ല. ചിലതൊക്കെ ചെയ്തേ മതിയാവൂ, ചിലതൊക്കെ ചെയ്തേ മതിയാവും. ഒരമ്മ എന്തിനാ കുട്ടിയെ ഇത്രയും അധികം പരിലാളിക്കുന്നത്? അമ്മയ്ക്ക് കുട്ടിയെ പരിലാളിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട്. എന്തിനാ ഭൂമി 1640 km/h വേഗതയിൽ കറങ്ങുന്നത്? ഭൂമിക്ക് 1640 km വേഗതയിൽ കറങ്ങാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട്. ഈ സൂര്യൻ ഇങ്ങനെ നിൽക്കുമ്പോ കുറെ ഭൂമി കറങ്ങിക്കഴിയുമ്പോ ഭൂമി തന്നെത്താനെ ഉയരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭൂമി ഉയർന്നാലേ അന്റാർട്ടിക്കയിൽ സൂര്യപ്രകാശം കിട്ടുള്ളൂ. കുറെ ഭൂമി സഞ്ചരിച്ച് ഭൂമി അങ്ങോട്ട് താഴും. താഴ്ന്നാലേ ആർട്ടിക് ഓഷ്യനിൽ സൂര്യപ്രകാശം എത്തുള്ളൂ. അപ്പ ഭൂമിയെ ഉയർത്തിയതും താഴ്ത്തിയതും ആരാണ്? പ്രധാനമന്ത്രിയാണോ? അല്ല. ഈ ഭൂമിക്ക് ഉയരണം താഴണം എന്ന് തോന്നാൻ ആരാ പുറകിൽ പ്രവർത്തിച്ചത്? ഉത്തരം ക്ലിയറാണ്, ഞാനല്ല. അപ്പൊ ഭൂമിക്ക് വെറുതെ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിയാൽ പോലെ എന്തിനീ മുകളിലേക്കും താഴത്തേക്കും ഉയരണമെന്ന് ചോദിച്ചാൽ ഉത്തരം മുകളിലുള്ളവന് എന്നും ഇരുട്ട് പറ്റില്ല, ചുവട്ടിലുള്ളവന് എന്നും പ്രകാശം പറ്റില്ല. അതുകൊണ്ട് ഇടയ്ക്ക് മുകളിലുള്ളവന് വെയിലും പ്രകാശവും കൊടുക്കാനും ചൂടും പ്രകാശവും കൊടുക്കാനും, അത് കഴിഞ്ഞ് 6 മാസം ചുവട്ടിലുള്ളവന് ചൂടും പ്രകാശവും കൊടുക്കാൻ സൂര്യനെ പൊക്കാനും താഴ്ത്താനും പറ്റില്ല. അതുകൊണ്ട് ഭൂമിയെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്തു. മനസ്സിലാക്കാൻ വിഷമമുണ്ടോ? ഇല്ല. അപ്പൊ എന്തൊരു രസം ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ആനിമൽ പ്ലാനറ്റ് ചാനലില് ഇങ്ങനെ ഓരോ മൃഗങ്ങളും ഇങ്ങനെ പോകുന്നതും ഇരയെയും ഇണയെയും തേടി പോകുന്നത് കാണാം. എന്ത് കറക്റ്റായിട്ടാ അതിന് ഇന്നത് തിന്നാൻ കൊള്ളാം, ഇന്ന സാധനം തിന്നാൻ കൊള്ളില്ല എന്നറിയുന്നത്. അതിന് കഴിവില്ലാത്തത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ജന്തുവിനും അറിയാം ഏതിനെ തിന്നാം, ഏതിനെ തിന്നരുത്. മനുഷ്യരിലെ കുട്ടികൾ കണ്ടിട്ടുണ്ടോ? ചെറിയ കുട്ടികൾ അത് ചിലപ്പോൾ അട്ടയെടുത്ത് വായിലിടും. പക്ഷേ അനിമൽ പ്ലാനറ്റ് നോക്കിയാൽ അറിയാം ഒരു ജീവിയും അതിന് പറയാത്തതിനെടുത്ത് തിന്നില്ല, അതിന് പറയാത്തതിനെ എടുത്ത് തിന്നില്ല. ഇത്ര കറക്റ്റായിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനറിയാം എങ്ങനെ ജനിക്കണം, നിലനിൽക്കണം, എങ്ങനെ ഇഹലോകവാസം വെടിയണം, എങ്ങനെ ഇര അന്വേഷിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ പിടിക്കണം, എല്ലാം. എവറിത്തിങ് ഈസ് നോൺ ടു ദാറ്റ്. ഒരു പശുവിനറിയാം കമ്മ്യൂണിസ്റ്റ് പച്ച തിന്നരുത്. പശു കോൺഗ്രസ് ആയതുകൊണ്ടല്ല, അത് തിന്നരുത് എന്ന് അതിനറിയാം. അവയർനെസ് ഉണ്ട്. അതെങ്ങനെ പുല്ല് തിന്നണം എന്നതിനറിയാം. കോഴിക്കുഞ്ഞിനറിയാം വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാൽ പൊങ്ങില്ല. താറാവിന്റെ കുഞ്ഞിനറിയാം വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാൽ മുങ്ങില്ല. അതിന് മുങ്ങില്ലെന്നും അറിയാം, ഇതിന് പൊങ്ങില്ലെന്നും അറിയാം. ട്രയൽ ആൻഡ് എറർ നടത്തിയിട്ട് നോക്കിയിട്ടല്ല അത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. കോഴി ഒരിക്കലും എടുത്ത് ചാടില്ല, താറാവ് ചാടാതിരിക്കുകയില്ല. അപ്പൊ അതിനകത്ത് കാര്യദേഹി അവശകർമ്മ സർവഹ പ്രകൃതി ജൈർഗുണൈഹി. സർവചരാചരങ്ങൾക്കും അറിയാം. വീട്ടിനകത്ത് പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന കടുകില് നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും വെള്ളം ഒഴിക്കാതെ വെക്കുക, ഒന്നും പറ്റില്ല. ഒരു കൈ വെള്ളം ഒഴിക്കുക, അടുത്തതിൻ്റെ പിന്നത്തെ ദിവസം അത് മുളയ്ക്കാൻ തുടങ്ങും. വെള്ളം പറഞ്ഞിട്ടാണോ കടുക് മുളച്ചത്? വെള്ളം പറഞ്ഞിട്ടല്ല കടുക് മുളച്ചത്. കടുകിനകത്ത് ഒരു അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട്. വെള്ളത്തിന്റെ സ്പർശനമേറ്റാൽ വളരണം, ഉയരണം, തളിർക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സർവ്വതും അർജുന നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രവൃത്തിയിൽ നിന്ന് നിനക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല. നീ കർമ്മയോഗിയാണ്, ജ്ഞാനയോഗിയല്ല. ജ്ഞാനയോഗി ആയിരുന്നു എങ്കിൽ ഇപ്പൊ ചിന്തിച്ചാ പോരാ.
കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്ന് ഇപ്പുറത്ത് പാണ്ഡവരും ഇപ്പുറത്ത് കൗരവരും വരുമ്പോ ഐ ആം നോട്ട് ഡൂയിങ് വെൽ, എനിക്ക് സിക്ക് ലീവ് വേണം എന്ന് പറയാനുള്ള സമയമൊക്കെ നേരത്തെ കഴിഞ്ഞു. എന്തിന് കെട്ടിപ്പറക്കി ഇങ്ങോട്ട് ഇറങ്ങണ്ടായിരുന്നല്ലോ. ഇവിടെ വന്നതിന് ശേഷം നീ തന്നെയാ പറഞ്ഞത്, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത. ഈ രണ്ട് സേനകളുടെ നടുക്ക് രഥം ഹേ അച്യുത സ്ഥാപിച്ചാലും. നീ പറഞ്ഞത് ഞാൻ ചെയ്തു, ഇനി എന്താ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണോ കൊണ്ടുപോവാ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് യുദ്ധം ചെയ്യാതെ പോവാൻ സാധ്യമല്ല. എന്താ കാരണം? കാര്യദേഹി അവശകർമ്മ. യു ഗോട്ട് എൻട്രാപ്ഡ് ഇൻ ടു എ സിസ്റ്റം. യു ഗോട്ട് എൻട്രാപ്ഡ് ഇൻ ടു എ സിസ്റ്റം ഫ്രം വെയർ യു കനോട്ട് സേവ് യുവർ സെൽഫ്. അതാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ പറഞ്ഞു എന്ന് വിചാരിക്കുക, എനിക്ക് പ്രസവിക്കണ്ട. നടക്കില്ല. കുട്ടികൾക്ക് ജന്മം നൽകിയേ മതിയാവൂ. എനിക്ക് കല്യാണം കഴിഞ്ഞ് ഈ ഭാര്യയുടെ സ്വഭാവം കണ്ടപ്പോൾ സന്യാസത്തിന് പോകണമെന്ന് തോന്നിയോണ്ട് പ്രയോജനമുണ്ടോ? നേരത്തെ വിചാരിക്കേണ്ടിയിരുന്നു, നിവൃത്തിയില്ല. ചിലർ ചിരിക്കുന്നുണ്ട്, ഇപ്പോഴും അവർക്ക് പോണമെന്ന് തോന്നണ്ട സന്യാസം, നിവൃത്തിയില്ല. ഈ ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് കിടക്കാൻ സാധ്യമല്ല. നേരത്തെ ചിന്തിക്കാം വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. പക്ഷെ ഒരിക്കൽ അവിടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ കിടക്കയുടെ, പഴയ കാലത്തെ പഞ്ഞി കിടക്കയുടെ കെട്ടഴിക്കണ മാതിരിയാണ്. ആ കെട്ടഴിച്ചു കഴിഞ്ഞ് പിന്നെ കിടക്കയില് തുണി അലക്കിയിട്ട് അതിലെ പഞ്ഞി നിറയ്ക്കണ വരെ നിങ്ങളുടെ തലയുടെ മുകളറ്റം മുതൽക്ക് കാലറ്റം വരെ ഈ പഞ്ഞി ഉണ്ടാവും. പഞ്ഞി ഉണ്ടാവാതെ കിടക്ക ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ എന്താണ്? വെൻ യു ആർ ഇൻവോൾവിങ് ഇൻ എൻ ആക്ഷൻ, ഡു ഇറ്റ് പെർഫെക്റ്റ്ലി. അവിടെയാണ് കൃഷ്ണന്റെ വരി. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത് അതാണ്. ഇഫ് യു ആർ എ സ്ട്രീറ്റ് സ്വീപ്പർ, if you are a street sweeper, do the sweeping of the street in such a way that Beethoven composes the music, Michelangelo does his painting, and Shakespeare writes his fictions, so that the whole angels from the heaven and men from the earth, let them come there and say, here lived an ideal model of street sweeper. നിങ്ങളൊരു സ്ട്രീറ്റ് സ്വീപ്പർ ആണെങ്കിൽ, റോഡ് അടിച്ചു വാരുന്നവനാണെങ്കിൽ, ഡു ദാറ്റ് സ്വീപ്പിംഗ് വർക്ക് ഇൻ സച്ച് എ വേ. ആ റോഡ് അടിച്ചു വാരുന്ന വർക്ക് ചെയ്യുക. ഏതുപോലെ? എങ്ങനെയാണോ ബീതോവൻ സംഗീതം കമ്പോസ് ചെയ്തത്. ബീതോവന്റെ മ്യൂസിക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വെറുതെ ബീതോവൻ ഗൂഗിളിൽ കൊടുത്ത് ക്ലിക്ക് ചെയ്താൽ ഒരു 10 സെക്കൻഡ് കൊണ്ട് ബീതോവന്റെ മ്യൂസിക് വരും. നല്ല രസമാണ്. ഇന്ത്യക്കാരനും എൻജോയ് ചെയ്യാൻ പറ്റും, ഫോറിനർക്ക് മാത്രമല്ല. വെറുതെ ബീതോവൻ എന്ന് കൊടുക്കുക, ഒരു 10-15 മ്യൂസിക് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വരും. ഏതെങ്കിലും ക്ലിക്ക് ചെയ്താൽ കിട്ടും. നല്ല ശരിക്കും നെഞ്ചത്ത് തറയ്ക്കുന്ന മ്യൂസിക്കാ. ദൂരെ മാറി നിന്നുകൊണ്ട് ബീതോവന്റെ ഒന്നും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് തെറ്റാ. വെസ്റ്റേൺ ആണെങ്കിലും അത്ര ഗംഭീര. ഹൗ ബീതോവൻ കമ്പോസസ് ദ മ്യൂസിക്, ഹൗ മൈക്കേലേഞ്ചലോ ഡസ് ദ പെയിന്റിങ്. മൈക്കേലേഞ്ചലോ മാർക്കറ്റില് എന്തോ വെജിറ്റബിൾ വാങ്ങിക്കാൻ പോയപ്പോൾ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, എൻ്റെ കയ്യിലുള്ള പേപ്പറിൽ ഒരു ചിത്രം വരച്ചു തരണത്. അയാള് ഉടനെ ഒരു ചിത്രം 2-3 വര വരച്ച് എന്നിട്ട് പറഞ്ഞു $50 എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഈ 2-3 വര വരച്ചതിനാണോ $50? അപ്പൊ മൈക്കേലേഞ്ചലോ എന്താ തിരിച്ചു പറഞ്ഞത്? ഈ 2-3 വര വരയ്ക്കാൻ 50 വർഷം എനിക്ക് പഠിക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് $50 വേണ്ടത്. ഈ 2-3 വര വരയ്ക്കാൻ 50 വർഷം എനിക്ക് പഠിക്കേണ്ടി വന്നു, അതിൻ്റെയാണ് $50. ഇപ്പൊ മൈക്കേലേഞ്ചലോ പഠിച്ച് കർമ്മയോഗത്തിലൂടെ ജ്ഞാനയോഗിയായി. ഷേക്സ്പിയർ കർമ്മയോഗത്തിലൂടെ ജ്ഞാനയോഗിയായി. ബീതോവൻ പഠിച്ച് കർമ്മയോഗത്തിലൂടെ ജ്ഞാനയോഗിയായി. അവരെങ്ങനെയാണോ അവരുടെ വർക്ക് ചെയ്യുന്നത്, ആ പെർഫെക്ഷൻ സ്ട്രീറ്റ് സ്വീപ്പിംഗിൽ നിനക്കുണ്ടാവണം. ആകാശത്തിലെ മാലാകമാരും ഭൂമിയിലെ മനുഷ്യരും വന്ന് പറയണം, ഇതാ ഇവിടെ ജീവിച്ചിരുന്നു ലോകത്തിന് മുഴുവനും മാതൃകയായിക്കൊണ്ട് ഒരു സ്ട്രീറ്റ് സ്വീപ്പർ. ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ഒരു സ്ട്രീറ്റ് സ്വീപ്പർ ഇവിടെ ജീവിച്ചിരുന്നു. നല്ല വരിയല്ലേ? ഞാൻ പലർക്ക് MBA-ക്കാർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് പറയാറുണ്ട്. അവരിത് കേൾക്കുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിലൊക്കെ എന്തൊരു വ്യത്യാസം ഉണ്ടാവുക, നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ചില ഫോറിൻ കൊട്ടേഷൻ
ശരിക്കും നെഞ്ചത്ത് കയറുന്ന കൊട്ടേഷനാണ്. യു ഹാവ് ഗോട്ട് ദ സെയിം ബ്രേക്ക്ഫാസ്റ്റ് every day and you have got the same car every day and you have got same driver every day and you think that when the things will go in a different way. How it is possible? ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാ, ഒരേ ബ്രേക്ക്ഫാസ്റ്റ്, ഒരേ ഡ്രൈവർ, ഒരേ കാറ്, ഒരേ വഴി കൂടെ ഡ്രൈവ് ചെയ്തിട്ട് വ്യത്യസ്ത റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടുമോ? നല്ല വരിക, നല്ലോണം ആലോചിച്ചാലേ ഉത്തരം കിട്ടുള്ളൂ. വി ഡു ദ സെയിം തിങ് ഇൻ ദ സെയിം വേ in the same time and expecting different result is nothing but insanity. ഒരേ കാര്യം ഒരേപോലെ ഒരേ രീതിയിൽ ഒരേ ആള് ചെയ്തിട്ട് വ്യത്യസ്ത റിസൾട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഭ്രാന്ത്. പച്ച മലയാളത്തിൽ വട്ട, ഇൻസാനിറ്റി. മറ്റേത് മാഡ്, ഇത് ഇൻസാനിറ്റി, വട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ വരിക. ഇപ്പൊ നമുക്ക് ഇപ്പൊ കൃഷ്ണൻ ഇവിടെ പറഞ്ഞത് എന്താണ്? നഹി കശ്ചിത് ക്ഷണമപി ജാതുത്തിഷ്ഠത്യ കർമ്മകൃത്. പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും അർജുന കർമ്മനിരതരാകാതെ നിലനിൽക്കാൻ സാധ്യമല്ല. ജീവനുണ്ടെങ്കിലും ജീവനില്ലെങ്കിലും കർമ്മനിരതനാകാതെ നിലനിൽക്കാൻ സാധ്യമല്ല. കാര്യതേഹി അവശകർമ്മ സർവഹ പ്രകൃതിജൈർഗുണൈഹി. നമ്മുടെ മക്കളെ പറഞ്ഞു കേൾപ്പിക്കേണ്ട ഒരു വരി ഇതാണ്. മറ്റൊരു വരി ഏതാണ്? വേറൊരു അധ്യായത്തിൽ വരുന്നു. ഹതോവാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാവാ ഭോക്ഷ്യത്തെ മഹീം. മകനെ, കർമ്മമണ്ഡലത്തിലുള്ള പ്രയാണത്തില് മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നീ പരാജയപ്പെട്ടു എന്ന് വരാം, ചിലപ്പോൾ നീ വിജയിച്ചു എന്ന് വരാം. പരാജയപ്പെട്ടാൽ നീ നിന്റെ കർമ്മം ചെയ്തു എന്നതിൽ ആശ്വസിക്കുക, സന്തോഷിക്കുക. വിജയിച്ചാൽ വിജയത്തിന്റെ ഫലം സന്തോഷത്തോടുകൂടി അനുഭവിക്കുക. ഇത് നമ്മുടെ മക്കളോടും ഭർത്താവിനോടും ഭാര്യയോടും നമ്മൾ പറയാറില്ല. പറയണം. എന്താ പറയേണ്ടത്? നീ നിന്റെ കർമ്മം ചെയ്യണം, ആത്മാർത്ഥമായിട്ട് ചെയ്യാം. പൂർണ്ണ PF ഡ്രക്കർ ഉണ്ട്, MBAയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയില്. PF ഡ്രക്കർ എന്താ പറഞ്ഞ? യു ഗിഫ്റ്റ് യുവർ എഫർട്ട്, എനർജി ആൻഡ് നോളജ് to your organization and nation. You give your energy, effort and knowledge to your organization. At the end, you will be rewarded for that. At the end, you will be rewarded for that.